ഗുഡ് ഈവനിങ് ടു ഓൾ. സന്തോഷം. ഞാൻ ആത്മ ഫൗണ്ടേഷന്റെ പല പ്രോഗ്രാംസും ഒബ്സർവ് ചെയ്യാറുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ലോട്ട് ഓഫ് പ്രോഗ്രാംസ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ താങ്ക് ദ ഓർഗനൈസേഴ്സ് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് എനിക്ക് എൻ്റെ ടാസ്ക് വളരെ സിമ്പിളാണ്. കാരണം ഷിജു മാം വളരെ വളരെ കൃത്യമായിട്ട് അത് സീൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സോഷ്യൽ സയൻസ് റിസർച്ചിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ചിന്റെ പൊസിഷനിങ് എന്താണെന്ന് വ്യക്തമായി റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ സമയം എനിപ്പോൾ തന്നിരിക്കുന്ന 20 മിനിറ്റ് സമയമുണ്ട്. ഒരുപക്ഷെ എത്ര സമയം എനിക്കുണ്ടോ അറിയില്ല. ഗീത, ഹൗ മച്ച് ടൈം ഐ ഹാവ് വെൻ വി വാണ്ട് ടു വൈൻഡ് അപ്പ്? സർ, ആക്ച്വലി സെഷൻ 7:30-ക്കാണ് വൈൻഡ് അപ്പ് ചെയ്യേണ്ടത്. പക്ഷേ I have 10 minutes. 7:30. Okay, we should agree to the audience time. Anyway, so I will try to finish in 10 minutes, but ഇത് റിസർച്ച് ആണ്. റിസർച്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 10 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയ ടൈമാണ്. അതുകൊണ്ട് നമുക്ക് ശ്രമിക്കാം. സോ ബേസിക്കലി ഞാൻ വളരെ അധികം റിസർച്ചിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മളിപ്പോൾ ഷിജു മാം പറഞ്ഞു നിർത്തിയെടുത്തും തുടങ്ങാൻ വിചാരിക്കുകയാണ്. സോ സോഷ്യൽ സയൻസിൽ റിസർച്ച് അത്യാവശ്യമാണ്. നമ്മൾ എന്തുകൊണ്ട് റിസർച്ച് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ആദ്യമേ ചർച്ച ചെയ്യാനുള്ളത്. ഞാൻ ജസ്റ്റ് സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഐ വിൽ ഷെയർ. There is, I thought it's easy like other softwares. സർ, സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ. പ്രോസസിംഗ്. സെഷൻ സർ 7:40 വരെ നമുക്ക് ഈ സെഷൻ എക്സ്റ്റെൻഡ് ചെയ്യാം. ശരി. സാധാരണ എനിക്ക് അത് കാരണം നമ്മൾ ഓഡിയൻസിനോട് സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തീർക്കണം എന്നാണ് എൻ്റെ ഫിലോസഫി. ബട്ട് ഓക്കെ, ഐ വിൽ 10 minutes. I think that our audience will. Can you see my slides? Yes, sir. Okay, very good. Thank you. So I will go bit quickly, but I thought I will not have all this introduction. But this question is very important. നമ്മൾ എന്തുകൊണ്ട് റിസർച്ച് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഫസ്റ്റ് ചോദ്യം. അപ്പോൾ ഷിജു മാം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെ ജനറലി കാണുന്നത് 5 ഈകളായിട്ടാണ്. 5 E's. നമ്മുടെ റിസർച്ചുകൾ ഒന്ന് എക്സ്പ്ലോറേഷന് വേണ്ടിയാണ്, പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാനും കൂടുതൽ കണ്ടുപിടിക്കാനുള്ളതാണ്. മറ്റൊന്ന് ഉള്ളതിനെ കുറിച്ചുള്ള അറിവ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകൾ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ കാണുന്ന ഫിനോമിനകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന്, അല്ലെങ്കിൽ അതിന്റെ റീസൺസ് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്ലനേറ്ററി റിസർച്ചുകളുണ്ട്. അതുകൂടാതെ നമ്മൾ എവിഡൻസ് ഇവാലുവേഷൻസ് ചെയ്ത പ്രവർത്തികൾ ഈ പ്രയോജനപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇവാലുവേഷൻ റിസർച്ച് ഉപയോഗിക്കുകയും, അതേപോലെ നമ്മളുടെ വിവിധ മേഖലയിലുള്ള പ്രാക്ടീസുകൾക്ക് തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്, എവിഡൻസ് ക്രിയേറ്റ് ചെയ്തതിന് വേണ്ടി നമ്മൾ റിസർച്ച് ചെയ്യുന്നു. ഈ 5 ഈകളാണ് സാധാരണ പർപ്പസ് ആയിട്ട് പറയുന്നത്. ഞാൻ എപ്പോഴും റിസർച്ചിനെ കാണുന്നത് ഇതൊരു സീഡ്, നമ്മളൊരു വിത്ത് പാകുന്നത് പോലെയാണ്. നല്ല ഫെർട്ടൈലായ സോയിലിൽ നല്ല മനോഹരമായ റിസർച്ചിന്റെ വിത്തുകൾ പാകിക്കഴിഞ്ഞാൽ അത് മുളച്ച് വലുതാകുകയും മരമാകുകയും മരത്തിന്റെ മുകളിൽ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇൻ ദാറ്റ് പ്രോസസ് നമ്മൾ പലപ്പോഴും സംഭവിക്കുക എന്ന് പറയുന്നത്, ഒരു പക്ഷേ നമ്മൾ പാകുന്ന വിത്തിന് നല്ല ശക്തിയില്ലാത്ത വിത്താണെങ്കിൽ അത് നന്നായി മുളയ്ക്കില്ല. നല്ല ശക്തമായ കൃത്യമായ ഡിസൈൻ ചെയ്ത റിസർച്ച് മെത്തഡാണെങ്കിൽ, ടോപ്പിക് ആണെങ്കിൽ, അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം ആണെങ്കിൽ അത് നന്നായിട്ട് അതിന്റെ കൂടെ കൃത്യമായ മെത്തഡോളജി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വളവും വെള്ളവും ജലവും കൊടുക്കുകയാണ്. അങ്ങനെ ആ വിത്ത് വളരുകയും അത് വളർന്ന് ഒരു ചെടിയാവുകയും ആ ചെടി മരമാവുകയും ആ മരം ശക്തമായ മരമാവുകയും നമ്മളുടെ കൊടുത്ത വളത്തിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ ശക്തി കൊണ്ട് മരമാവുകയും അത് വളർന്ന് പന്തലിക്കുകയും അതിൽ പൂക്കളോ അല്ലെങ്കിൽ ഫലങ്ങളോ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത്, ഏതർ നമ്മൾ ഒഴിക്കുന്ന ഈ പ്രക്രിയക്കിടയ്ക്ക് വെള്ളമൊഴിക്കാനോ വളമിടാനോ മറന്നു പോവുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഒഴിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ വളർച്ച മുരടിക്കുക. അപ്പോൾ റിസർച്ച് മോശമാകും. അത് റിസർച്ച് നല്ലതായി ചിലപ്പോൾ എന്തെങ്കിലും ഫലമൊക്കെ ഉണ്ടായി, പക്ഷെ നമ്മൾ അതിനെ അവിടെ ഉപേക്ഷിച്ചാൽ ആ പഴങ്ങളും പൂക്കളും തനിയെ കരിഞ്ഞു പോവുകയും താഴെ വീണ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും റിസർച്ച് കംപ്ലീറ്റ് ആവുന്നത് നമ്മളതിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ട് ഡിസമിനേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ
നമ്മൾ എന്ത് പഠിക്കാൻ തീരുമാനിക്കുന്നു, അത് എങ്ങനെ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നു, അതിനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അതിനെ നമ്മൾ എഴുതിയത് പബ്ലിക്കിലേക്ക് വിടുമ്പോൾ മാത്രമാണ് റിസർച്ച് കംപ്ലീറ്റ് ആകുന്നത്. സോ എനി പ്രോസസ് ഓഫ് റിസർച്ച്, ഏത് പ്രോസസ് ഓഫ് റിസർച്ചിലും ഈ പറയുന്ന പ്രക്രിയ, ഫൈനൽ പ്രക്രിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ അലമാരകളിൽ ഇരിക്കുന്ന, ലൈബ്രറികളിൽ ഇരിക്കുന്ന ഡെസർട്ടേഷൻസ് ആയിട്ടോ തീസിസ് ആയിട്ടോ അല്ലെങ്കിൽ റിസർച്ചിന്റെ റിപ്പോർട്ടുകളായിട്ട് മാറുന്നതിന് പകരം അത് പബ്ലിക്കിന് ആക്സസ് ചെയ്യാവുന്ന ഡിഫറെന്റ് സോഴ്സുകളിലേക്ക് മാറേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ബേസിക് ഫിലോസഫിയാണ്, ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. സോ നൗ ക്വസ്റ്റ്യൻ ഈസ്, എവിടെ നിന്നാണ് റിസർച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത്? സോ ഞാൻ ഈ പറഞ്ഞ മെത്തഡോളജി തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ റിസർച്ച് പ്രോസസ്സിൽ നമ്മുടെ സോഴ്സ് ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പഠിക്കണം? ഷിൻജുമാൻ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഏരിയകളുണ്ട് റിസർച്ച് ചെയ്യുന്ന മേഖലകൾ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആകാം, ചിലപ്പോൾ നമ്മൾ പത്രം വായിക്കുന്നതിൽ കാണുന്ന വിഷയങ്ങളാകാം, ചിലപ്പോൾ നമ്മൾ അക്കാഡമിക് ലിറ്ററേച്ചർ വായിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങളാകാം. ഇതിൽ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എമേർജ് ചെയ്യാണ്. എന്തെനിക്ക് പഠിക്കണം, എന്തുകൊണ്ട് ഞാനത് പഠിക്കണം എന്നുള്ള ഉത്തരം നമ്മൾ അവിടെ നിന്നാണ് കിട്ടുന്നത്. അതിനെ നമ്മളൊരു കൺസെപ്ച്വലൈസ് ചെയ്യുകയും അതിന് റിലേറ്റഡ് ആയ അപ്രോപ്രിയേറ്റ് മെത്തഡോളജികൾ ഡെവലപ്പ് ചെയ്ത് അതിനെ ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് ഉത്തരങ്ങൾ കണ്ടെത്തുകയും അതിനെ നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കുകയും ചെയ്യുക, ഡിസമിനേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് റിസർച്ച് നടക്കുന്നത്. അപ്പൊ അവിടെ പല മീൻസിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഒന്ന്, പ്രസ് കോൺഫറൻസ് വഴി വേണമെങ്കിൽ, നമ്മൾ പബ്ലിക്കിന് അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ, ഒരു പോളിസി ഇംപ്ലിക്കേഷൻ വേണ്ടതാണെങ്കിൽ പത്രക്കാർ വഴി പോളിസി മേക്കേഴ്സിൽ എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു പ്രസ് കോൺഫറൻസ് നടത്താം ആ വിഷയത്തെക്കുറിച്ച്. നമുക്ക് പത്രങ്ങളിൽ എഴുതാം, നമുക്ക് ബുക്കുകളായിട്ട് പബ്ലിഷ് ചെയ്യാം. അക്കാഡമിക് ഓഡിയൻസിന് വായിക്കണമെങ്കിൽ ജേർണൽ ആർട്ടിക്കിൾസ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. പോളിസി മേക്കേഴ്സ് ആണെങ്കിൽ പോളിസി ബ്രീഫ്സ് തയ്യാറാക്കി അവർ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ബേസിക്കലി റിസർച്ച് കൊണ്ട് വളരെ അധികം ദൂരവ്യാപകമായ ഇമ്പാക്റ്റുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറഞ്ഞു വയ്ക്കും. ഇനി ഞാൻ കുറച്ച് എന്നോട് ആവശ്യപ്പെട്ടിട്ട് കുറച്ച് മെത്തേഡ്സിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പൊ റീസൺ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഞാനൊരു പ്രൈമറിലി സോഷ്യൽ വർക്ക് റിസർച്ചറാണ്. അതുകൊണ്ട് തന്നെ എന്റെ എക്സാമ്പിൾസോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന മെത്തഡോളജികളിലൊക്കെ കുറെ സോഷ്യൽ വർക്ക് റിസർച്ച് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും മെത്തേഡ്സ് എന്തൊക്കെയാണ്? അപ്പൊ നമുക്കറിയാം, നമ്മൾ 3 തരം മെത്തേഡ്സ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്: ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് മിക്സ്ഡ് മെത്തേഡ്സ്. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് പറയുന്ന നമ്പറുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്ന, സർവേ നടത്തുന്ന, അങ്ങനെ നടത്തുന്ന സ്റ്റഡീസ് എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുകളാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ അനലൈസ് ചെയ്ത് നമ്പറിന്റെ ടൈംസിൽ, ചില സാഹചര്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്പറുകൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ചില സാഹചര്യങ്ങൾ പറയുകയാണ് നമ്പറുകൾക്ക് പറയാനാകാത്ത ഉത്തരങ്ങൾ, ചില കാര്യങ്ങൾ, ചില ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം നമ്പറുകൾക്ക് പറയാൻ സാധിക്കില്ല, എക്സ്പീരിയൻസുകൾക്കേ പറയാൻ സാധിക്കുള്ളൂ, ആളുകൾക്കേ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ ഒരുപക്ഷെ ക്വാളിറ്റേറ്റീവ്, അതായത് കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്, നറേറ്റീവ് ആയിട്ട് ഡേറ്റയെ പ്രസന്റ് ചെയ്യുന്ന മെക്കാനിസമാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചുകൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ചർ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് റിസർച്ചേഴ്സ് ഒക്കെ വിചാരിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മാത്രം പോരാ, ക്വാളിറ്റേറ്റീവും വേണം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മാത്രം പോരാ, ക്വാണ്ടിറ്റേറ്റീവും വേണം. അതിനാണ് മിക്സ്ഡ് മെത്തേഡ്സ് റിസർച്ചുകൾ ഉപയോഗിക്കുന്നത്. 2 മെത്തേഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനെ എഫക്റ്റീവായി ട്രയാങ്കുലേറ്റ് ചെയ്ത് അതിന്റെ കണ്ടുപിടുത്തങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ മീനിങ്സ് ജനറേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ശരിക്കും നമ്മൾ മിക്സ്ഡ് മെത്തേഡ്സിൽ ചെയ്യുന്നത്. സോ ബേസിക്കലി മെത്തേഡ്സിൽ ഇത് 3 എണ്ണമാണ്. അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് 1-2 സ്ലൈഡ്സ് കൂടുതൽ വിശദീകരിക്കാം. ഈ സ്ലൈഡ് കുറച്ച് എലാബറേറ്റ് ആണ്, പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്നേ ഉള്ളൂ. ഇത് നമ്മൾ ബേസിക്കലി എന്ത് സ്റ്റഡി ചെയ്യണം. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സർവേ റിസർച്ച് ആയിട്ടോ നമ്മൾ ചെയ്യും. അതേസമയം നമുക്ക് കുറച്ചുകൂടി അനലിറ്റിക്കൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒബ്സർവേഷൻ സ്റ്റഡീസ് ഉണ്ട്, എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ഉണ്ട്. ഒബ്സർവേഷൻ സ്റ്റഡീസിൽ നമ്മളൊരു ഗ്രൂപ്പിനെ എടുത്ത്, കോഹോർട്ട് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിനെ എടുത്ത് അവൻ അനലൈസ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സാഹചര്യത്തെ അനലൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് കോഹോർട്ട് സ്റ്റഡീസ് പറയുന്നത്. കേസ് കൺട്രോൾ സ്റ്റഡീസ്, സഡൻ ഫിനോമിന അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുന്ന മെക്കാനിസമുള്ള കേസ് കൺട്രോൾ സ്റ്റഡീസ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ വെറും ഒബ്സർവേഷൻ സ്റ്റഡീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ബേസിക്കലി എക്സ്പെരിമെന്റൽ റിസർച്ച് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് 2 ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യാനുള്ള സ്റ്റഡീസ് ആണെങ്കിൽ നമുക്ക് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ പോലുള്ള ശക്തമായ മെത്തഡോളജി, ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് റിസർച്ച് ചെയ്യാൻ സാധിക്കും. അതിനൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ക്വാസി എക്സ്പെരിമെന്റൽ, ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് നമ്മളൊരു പ്രക്രിയ ഇന്റർവെൻഷൻ കൊടുത്തിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ, കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് അസസ് ചെയ്യും, അതിന് ശേഷം അസസ് ചെയ്യും, ആ ഇമ്പാക്റ്റുകൾ അസസ് ചെയ്യുന്ന മെക്കാനിസമാണ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ഉണ്ട്. അതേസമയം 2 ഗ്രൂപ്പുകളെ നമ്മൾ എടുത്തിട്ട് വ്യക്തികളെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിന് ഇന്റർവെൻഷൻ കൊടുക്കുകയും മറ്റേ ഗ്രൂപ്പിന് കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ട് രണ്ടിന്റെയും ബിഫോറും ആഫ്റ്ററും സ്റ്റഡി ചെയ്യുന്ന മെക്കാനിസത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക, റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് എന്ന് വിളിക്കുക. അപ്പൊ അത്തരം മെത്തേഡ്സ് നമുക്ക്
പോസിബിൾ ആണ്. ഇതൊരു സമ്മറിയാണ്, കാരണം ഇതൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പക്ഷേ 1 മണിക്കൂർ സമയം എടുക്കാം. അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. സോറി, ഞാൻ വളരെ സ്പീഡിലാണ് പോകുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എക്സ്പെരിമെന്റൽ റിസർച്ചസിനെ 2ആയിട്ട് തിരിക്കുന്നു. ഒന്ന് ക്വാസി എക്സ്പെരിമെന്റൽ ആയിട്ടും ട്രൂ എക്സ്പെരിമെന്റ്സ് ആയിട്ടും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ റിസർച്ചിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും റിസർച്ചിൽ കൂടി ഉണ്ടാകുന്ന എവിഡൻസുകൾക്ക് ഒരു ഹയറാർക്കി ഉണ്ട്. അതിൽ ഹയറാർക്കി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ലെവൽ 1 തൊട്ട് ലെവൽ 7 ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ലെവൽ 1 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വ്യക്തികളുടെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ കാണുന്ന ചില അഭിപ്രായങ്ങൾ, അത്ര അഭിപ്രായങ്ങൾ അതും നമുക്ക് റിസർച്ച് ഇൻഫർമേഷൻ ആണ്. പക്ഷെ അതിന്റെ ലെവൽ എന്ന് പറയുന്നത് ഒരു ലോവർ ലെവലാണ്. കാരണം അത് നമുക്ക് വലിയ റിലയബിൾ ഒന്നും അല്ല. റിലയബിൾ ആകാം ചിലപ്പോൾ, പക്ഷെ അത് അതിന്റെ ചാൻസ് ഓഫ് റിലയബിലിറ്റി വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ അത്തരം സ്റ്റഡീസിനെ നമ്മൾ ഒബ്സർവേഷണൽ സ്റ്റഡീസ് ബേസ്ഡ് സിമ്പിൾ ഒബ്സർവേഷൻ സ്റ്റഡീസ് ആയിരിക്കും. അതിനെ നമ്മൾ കൂടുതലായിട്ട് ഒപ്പീനിയൻ ബേസ്ഡ് സ്റ്റഡീസ് ആയിരിക്കും ലോവർ ലെവൽ വരുന്നത്. നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് ആണ്, അടുത്ത ലെവലാണ്. സാധാരണ ഒരാൾ പറയുന്ന അഭിപ്രായമോ അല്ലെങ്കിൽ പത്രത്തിൽ വരുന്ന ന്യൂസ് അല്ല, അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ ചില ഡിസ്ക്രിപ്ഷൻ നടത്തി ചില മെത്തഡോളജികൾ പഠിച്ചിട്ടുള്ള സ്റ്റഡീസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. പിന്നെ അത്തരം സ്റ്റഡീസിന്റെ കൺസോൾട്ടേഷൻ, അതിനാണ് സിസ്റ്റമാറ്റിക് റിവ്യൂസ് എന്ന് പറയുന്നത്. അത്തരം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡികളെ പല സ്റ്റഡികളെ പഠിച്ച് അതിന്റെ സമ്മറി ഉണ്ടാക്കി അനലൈസ് ചെയ്യുന്ന പ്രക്രിയക്കാണ് സിസ്റ്റമാറ്റിക് റിവ്യൂസ് എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് ലെവൽ വരും. അതേപോലെ അതിന് മുകളിലാണ് വെൽ ഡിസൈൻഡ് കേസ് കൺട്രോൾ ആൻഡ് കൊഹോർട്ട് സ്റ്റഡീസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ കൊഹോർട്ടിനെ എടുത്ത് ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് അവരുടെ അവസ്ഥകൾ പഠിക്കുന്ന മെക്കാനിസം കൊഹോർട്ട് സ്റ്റഡീസ് പറയുന്നത്. കേസ് കൺട്രോൾ സ്റ്റഡീസ് ചില ഫിനോമിനകൾ എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ടൊബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടാവുന്നുണ്ടോ, യൂസേഴ്സ് ആൻഡ് നോൺ യൂസേഴ്സിനിടയ്ക്ക് ക്യാൻസർ ഉണ്ടാവുന്നുണ്ടോ, ലോ ഇൻഷുറിനായിട്ട് പഠിക്കാൻ കഴിയും. അതാണ് ഈ പറയുന്ന കൊഹോർട്ട് ആൻഡ് പബ്ലിക് ഹെൽത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേസ് കൺട്രോൾ ആൻഡ് കൊഹോർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് ലെവൽ വെച്ചാൽ ട്രയൽസ് ആണ്. ബേസിക്കൽ ട്രയൽസ് പറയുന്നത് ക്വാസി എക്സ്പെരിമെന്റൽ. നേരത്തെ ഞാൻ പറഞ്ഞു, കമ്പയറബിൾ ഗ്രൂപ്പുകൾ ഇല്ലാതെ ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ മാത്രം ചെയ്ത സ്റ്റഡീസ് ക്വാസി എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ആണ്. നെക്സ്റ്റ് ലെവൽ അതാണ്. അതിന്റെ നെക്സ്റ്റ് ലെവലാണ് RCTs, റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്ന് പറയും. അതായത് റിസർച്ചിലെ എക്സ്പെരിമെന്റൽ റിസർച്ചുകളിൽ അതിനെ നമ്മൾ ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. ഗോൾഡൻ സ്റ്റാൻഡേർഡ് കാരണം എന്താണ്? ഇത് ശരിക്കും ബയാസുകൾ കുറച്ചുകൊണ്ട് ഏറ്റവും നല്ല ഫൈൻഡിങ്സ് തരാവുന്ന ഒരു ഇന്റർവെൻഷന്റെ എഫക്റ്റീവ്നെസ് വ്യക്തമായി പറയാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് RCT ഡിസൈൻസ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ സംഗീതയും വിമല കോളേജിലെ പല വിദ്യാർത്ഥി റിസർച്ച് സ്കോളേഴ്സും ഇന്റർവെൻഷൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. മിക്കവാറും ക്വാസി എക്സ്പെരിമെന്റലോ അല്ലെങ്കിൽ RCT മോഡൽസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. ബേസിക്കലി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏത് ഗ്രൂപ്പിനാണ്. ഇപ്പം എൽഡറിലേക്ക് എടുത്ത് നമുക്ക് ഇന്റർവെൻഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നത് എങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇന്റർവെൻഷൻ കൊണ്ട് എഫക്റ്റീവ്നെസ് ഉണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വെറും ടൈം കൊണ്ടുണ്ടായ മാറ്റമല്ലെന്ന് അറിയണമെങ്കിൽ ഒരു കമ്പാരിസൺ ഗ്രൂപ്പ് വേണം. അപ്പൊ കമ്പാരിസൺ ഗ്രൂപ്പ് രണ്ടും ഒരേ പോപ്പുലേഷനിൽ നിന്ന് റാൻഡമൈസ് ചെയ്തിടാൻ പറ്റുവാണെങ്കിലാണ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നെക്സ്റ്റ് ലെവലാണ്. ആൻഡ് ഹയസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത്തരം RCTകളുടെ റാൻഡമൈസ് കൺട്രോൾ ട്രയലുകളുടെ സിസ്റ്റമാറ്റിക് റിവ്യൂ ആണ്. നേരത്തെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ സിസ്റ്റമാറ്റിക് റിവ്യൂ പറഞ്ഞു. അതുപോലെ തന്നെ റാൻഡമൈസ് കൺട്രോൾ ട്രയലുകൾ മാത്രം നമ്മൾ ലിറ്ററേച്ചർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിന്റെ മെത്തഡോളജികളെ കുറിച്ചും അതിന്റെ അനലിറ്റിക്കൽ പ്രോസസ്സുകളെ കുറിച്ചും അനലൈസ് ചെയ്യുകയും പ്രസന്റ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിവ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മളുടെ ഒരു ഹൈറാർക്കി ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി എനിക്ക് പെട്ടെന്ന് ടച്ച് ചെയ്തേണ്ടത് ക്വാളിറ്റേറ്റീവ് റിസർച്ചുകളെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഒരു സെമസ്റ്റർ പഠിപ്പിക്കാവുന്ന വിഷയങ്ങളാണ്. 20 മിനിറ്റ് കൊണ്ട് ഞാൻ ഒതുക്കുകയാണ് തൽക്കാലം. സോ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ട്, നമ്പർ അല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്, നറേറ്റീവ് ആയിട്ട് ഏതെങ്കിലും ഫിനോമിനയെ കുറിച്ചോ ഒരു ചരിത്രത്തെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരം പഠനങ്ങൾ വഴി തിയറികൾ ഫോം ചെയ്യാൻ ശ്രമിക്കുന്നത് വഴിയോ, അതേപോലെ നമ്മൾ ചില കൾച്ചറുകളെ കുറിച്ച് പഠിക്കുക, കൾച്ചറൽ കോണ്ടെക്സ്റ്റുകളെ കുറിച്ച് പഠിക്കുക, സാമൂഹിക അവസ്ഥകളെ കുറിച്ച് പഠിക്കുന്ന എത്നോഗ്രാഫിക് റിസർച്ചുകളോ അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ച്, ചില ഫിനോമിനയെ കുറിച്ച്, അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ചില കമ്മ്യൂണിറ്റികളെ കുറിച്ചൊക്കെ പഠിക്കുന്ന കേസ് സ്റ്റഡീസ് ഒക്കെ ആകാം നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ബേസിക്കലി ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് നമ്മൾ നറേറ്റീവ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുന്ന ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് വരുന്നത്. ഫിനോമിനോളജിക്കൽ സ്റ്റഡീസ് അതായത് വ്യക്തികളുടെ അനുഭവങ്ങളെ ലീവ്ഡ് എക്സ്പീരിയൻസുകളെയാണ് ഫിനോമിനോളജിക്കൽ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്നത്. ഗ്രൗണ്ടഡ് തിയറി സ്റ്റഡീസ് കൂടുതലായിട്ട് ലാർജർ ലെവൽ ഫിനോമിനകളെ പഠിക്കുകയും അതിൽ നിന്ന് തിയറിയെ ജനറേറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ് ഗ്രൗണ്ടഡ് തിയറി ചെയ്യുന്നത്. എത്നോഗ്രാഫി ശരിക്കും കൾച്ചറിനെ കുറിച്ച്, സാമൂഹ്യ അവസ്ഥകളെ കുറിച്ച്, സാമൂഹ്യ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുന്ന എത്നോഗ്രാഫി മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ചില പ്രത്യേക തരമുള്ള സാധ്യതകളുള്ള വ്യക്തികളെ കുറിച്ചോ ഗ്രൂപ്പുകളെ കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ഒക്കെ പഠിക്കുന്ന, അതിനെക്കുറിച്ച് വിശദമായി ഇൻഡെപ്തായി പഠിക്കുന്ന മെക്കാനിസമാണ് കേസ് സ്റ്റഡി. ഇതെല്ലാം ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജികളിൽ വരുന്ന മെത്തേഡ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിക്ചറിൽ പറഞ്ഞിരിക്കുന്ന പലതും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുകളായിരുന്നു.
പക്ഷെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നതെല്ലാം ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ്. പിന്നെ ഉള്ളത് എമർജിംഗ് ആണ് ഈ മിക്സ്ഡ് മെത്തേഡ് റിസർച്ച് പറയുന്നത്. മിക്സ്ഡ് മെത്തേഡ്സ് റിസർച്ചിൽ 3 തരം മിക്സ്ഡ് മെത്തേഡ്സിനെ പ്രധാനമായിട്ട് നമ്മൾ ക്ലാസിഫൈ ആവുന്നത്. ഒന്നെന്ന് പറയുന്നത് കൺവേർജന്റ്, പാരലൽ ഓർ കൺകറന്റ് മിക്സ്ഡ് മെത്തേഡ് റിസർച്ച് എന്ന് പറയും. അതായത് നമ്മൾ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും സമാന സമയത്ത് സെയിം സമയത്ത് കളക്ട് ചെയ്യുകയും അതിനെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫൈൻഡിങ്സ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രയാങ്കുലേറ്റ് ചെയ്ത് ഫൈൻഡിങ്സ് ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡ്സിനെ നമ്മൾ കൺകറന്റ് മെത്തേഡ്സ് എന്ന് വിളിക്കും. അതേസമയം സീക്വൻഷ്യൽ ആയിട്ടുള്ളത് സീക്വൻഷ്യൽ എക്സ്പ്ലനേറ്ററി ഉണ്ട്, സീക്വൻഷ്യൽ എക്സ്പ്ലോറേറ്ററി ഉണ്ട്. ഇപ്പൊ സീക്വൻഷ്യൽ എക്സ്പ്ലനേറ്ററി എന്ന് പറഞ്ഞതാണ് നമ്മൾ ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിലുള്ള ചില പെക്യൂലിയർ കേസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ കൂടുതൽ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തഡോളജി അതിലോട്ട് ആഡ് ചെയ്യും. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ദെൻ ക്വാളിറ്റേറ്റീവ് സീക്വൻഷ്യൽ എക്സ്പ്ലനേറ്ററി റിസർച്ച് ആണ്. ആ സമയം നമ്മൾ ക്വാളിറ്റേറ്റീവ് ആദ്യം ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സ് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ടൂൾസ് ഡെവലപ്പ് ചെയ്യുകയും ആ ടൂൾ അനുസരിച്ച് ക്വാണ്ടിറ്റേറ്റീവ് കൂടെ ചെയ്യുന്ന മെക്കാനിസം ആണ് നമ്മൾ സീക്വൻഷ്യൽ എക്സ്പ്ലോറേറ്ററി ഡിസൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ 3 തരം ഡിസൈൻസിനെ പ്രധാനമായിട്ട് നമ്മൾ മിക്സ് മെത്തേഡ്സിൽ കൈകാര്യം ചെയ്യേണ്ടത്. സോറി, എനിക്കറിയാം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പോകുന്നത്, പക്ഷേ നമ്മൾ പറയേണ്ട 2-3 സ്ലൈഡ്സ് കൂടെ ഉണ്ട്, അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സോ ഇനി നമ്മൾ ഓൾറെഡി ഷിഞ്ചുമാൻ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് നമ്മൾ പറയാം, ഇനി മെത്തേഡ്സ് ഒരിക്കലും റിസർച്ചർ ഡ്രിവൺ മാത്രമാകണം നിർബന്ധമില്ല. റിസർച്ചുകളിൽ കണ്ടുപിടിക്കുന്നത് ഈ ബയാസുകൾ കുറയ്ക്കുകയും കുറച്ചുകൂടി ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി പാർട്ടിസിപ്പേറ്റ് റിസർച്ച് മെത്തേഡ്സുകൾ വളരെ ഉപകാരപ്രദമാണ്. പാർട്ടിസിപ്പേറ്റ് റിസർച്ച് മെത്തേഡ്സ് വളരെ ഉപകാരപ്രദമാണ്. കമ്മ്യൂണിറ്റികളെ പഠിക്കാൻ, സാമൂഹ്യ അവസ്ഥകളെ പഠിക്കാൻ, അല്ലെങ്കിൽ വ്യക്തികളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കാൻ ഒക്കെ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ് വളരെ എഫക്റ്റീവ് ആണ്. അത് ഒരു മെത്തേഡായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പല റിസർച്ചുകളും സൊല്യൂഷൻസിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ സൊല്യൂഷൻ വേണമെങ്കിൽ യഥാർത്ഥ പ്രശ്നങ്ങളെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇത് പാർട്ടിസിപ്പേറ്റ് റിസർച്ച് മെത്തേഡ്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. മറ്റൊന്ന് ലോഞ്ചുള്ള സ്റ്റഡീസ് ആണ്. ചില ഗ്രൂപ്പുകളെ എടുത്തിട്ട് വർഷങ്ങളോളം ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുന്നു. ഹാർവാർഡ് പണ്ട് ഏറ്റവും ലോങ്ങർ ആയ സ്റ്റഡി എന്ന് പറയുന്നത് ഹാർവാർഡിന്റെ സ്റ്റഡിയാണ്, ഹാപ്പിനെസ്സിനെ കുറിച്ച് സ്റ്റഡിയാണ്. 75 ഇയേഴ്സ് ഫോളോ അപ്പ് ചെയ്തു. അഡോളസൻസ് ഏജിലുള്ള ആളുകളെ എടുത്ത് ഫസ്റ്റ് സ്റ്റഡി തുടങ്ങിയിട്ട് അവരുടെ എൽഡർലി സ്റ്റേജ് വരെ പഠിക്കുന്ന ഒരു മെക്കാനിസം, വലിയ ലോങ് ടൈം റിസർച്ച് ആയിരുന്നു. ലോഞ്ച് സ്റ്റഡീസ് ടൈം ബൗണ്ട്, അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചുകളെ ചേഞ്ചുകൾ മനസ്സിലാക്കുന്ന സ്റ്റഡീസ് ആണ് ലോഞ്ച് സ്റ്റഡീസ്. ടൈം സീരീസ് ഡിസൈൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് നേരത്തെ പറഞ്ഞ ഷിഞ്ചുമാൻ പറഞ്ഞ ഒരു ഏറ്റവും എമർജിംഗ് ആ മേഖലയാണ് ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് എന്ന് പറയുന്നത്. ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സിംഗിൾ ഡിസിപ്ലിനിൽ ഒതുങ്ങിക്കൂടുന്നില്ല. സോഷ്യൽ വർക്ക് റിസർച്ചിൽ, സോഷ്യൽ സയൻസ് റിസർച്ചിൽ എക്കണോമിക്സും സൈക്കോളജിയും കൂടെ മെർജ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സോഷ്യൽ വർക്കും ടെക്നോളജിയും കൂടെ മെർജ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ട്രാൻസ് ഡിസിപ്ലിൻ ഇന്റർഡിസിപ്ലിനറി ഡിസൈൻസിൽ എപ്പോഴും നമ്മൾ ഈ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഇൻവോൾവ് ചെയ്യുന്നുള്ള മെത്തഡോളജികളാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചോളം ഒരു റിസർച്ചിന്റെ വ്യാപ്തി കൂട്ടുകയും അത് കുറച്ചുകൂടെ പബ്ലിക് ഗുഡിന് വേണ്ടി ബെനിഫിഷ്യൽ ആവുകയും ചെയ്യുന്ന മെക്കാനിസം വേണ്ടി ട്രാൻസ്ഡിസിപ്ലിനറി ഇന്റർഡിസിപ്ലിനറി റിസർച്ചുകൾ നടക്കുക. അതേപോലെ ഇപ്പോഴത്തെ ഒരു എമർജിംഗ് ട്രെൻഡ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആണ്. ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്, ഡാറ്റ അനലിറ്റിക്സ് എന്ന ഫീൽഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ കോളേജുകളിലൊക്കെ ഏറ്റവും കൂടുതൽ എമർജ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന വിഷയങ്ങൾ കൊമേഴ്സിന് കൂടെ അനലിറ്റിക്സ്, സോഷ്യൽ സയൻസിനോട് അനലിറ്റിക്സ്, എക്കണോമിക്സിന്. ഇപ്പൊ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് ഒരു BA അനലിറ്റിക്സ് ആൻഡ് സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ്. എന്താണ് അനലിറ്റിക്സ് ആൻഡ് സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് അവർ അനലൈസ് ചെയ്യുന്നത്. അതേപോലെ കൊമേഴ്സിന്റെ കൂടെ കൊമേഴ്സ് വിത്ത് അനലിറ്റിക്സ്. സം പ്ലേസസ് what we have it commerce with analytics, then there are people with the business with analytics. So analytics has become a very big data and social phenomena കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ബിഗ് ഡാറ്റ കണ്ടുകൊണ്ട് അനലൈസ് ചെയ്യുന്ന പ്രക്രിയകൾ പലപ്പോഴും അനലിറ്റിക്സിൽ സാധിക്കുന്നുണ്ട്. സോ ബേസിക്കലി അങ്ങനെയുള്ള ഒത്തിരി മേഖലകളാണ് റിസർച്ച് നടക്കുന്നത്. പിന്നെ ഉള്ളത് ഇപ്പം റിസർച്ചുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ എന്ന് പറയുന്നത് ഏജിങ്, മെന്റൽ ഹെൽത്ത്, വെൽബീയിങ്, ഹെൽത്ത്, ഗ്ലോബൽ ഹെൽത്ത്, നേരത്തെ പറഞ്ഞു, സോഷ്യൽ പോളിസി, അഡ്വക്കസി. സോഷ്യൽ പോളിസിയെ കുറിച്ച് സ്റ്റഡീസ് നടക്കുന്നു. കാരണം പല പോളിസീസ് ഉണ്ട്, ആ പോളിസിയുടെ റെലവൻസിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ കമ്മ്യൂണിറ്റി റെസിലിയൻസ് ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ, സമൂഹത്തിന്റെ സോഷ്യൽ ക്യാപിറ്റൽ വെച്ച് റിസർച്ച് ചെയ്യുന്നു. കമ്മ്യൂണിറ്റി റെസിലിയൻസ്, മൈഗ്രേഷൻ ഈസ് എ ബിഗ് ഏരിയ ഓഫ് റിസർച്ച് ദീസ് ഡേയ്സ്. Gender is a very potential area. Different gender perspectives, gender identities, gender roles, so many dimensions have been researched. അത് ഹിസ്റ്റോറിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് ആണ്, പക്ഷേ ഇപ്പോഴും അതിന്റെ റെലവൻസ് നഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ജെൻഡർ ഇൻ റിസർച്ച് ഇസ് ബിക്കം വെരി ഫെമിനിസ്റ്റിക് റിസർച്ച് ഇസ് ബിക്കമിങ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ബിക്കം വെരി ഇമ്പോർട്ടന്റ്. സർക്കുലർ എക്കണോമി റിസർച്ചിന്റെ ഒരു പുതിയ മേഖലയാണ്. സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്ന, യൂറോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്ന റിസർച്ച് മേഖലയൊക്കെ ഈ സർക്കുലർ എക്കണോമി മേഖലയിലേക്കാണ്. ബേസിക്കലി നമ്മൾ പറഞ്ഞ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും ഈ എൻവയോൺമെന്റിനെ റിലേറ്റഡ് ആയ റിസർച്ചുകളാണ് സർക്കുലർ എക്കണോമിയൊക്കെ emerge ചെയ്യുന്നത്. Some of the areas the research is emerging. And last I want to tell something about
AI, because now when we talk about recent trends in research, we cannot escape without talking about AI, because AI becoming a trend now. That is a good thing as well as a bad thing. Good thing is that AI has lot of benefits. We can use AI for aiding your whole research process. A to Z, whatever നമ്മൾ എന്ത് ചെയ്യുന്നോ ഓരോ ലെവലിൽ A തൊട്ട് Z വരെ എല്ലാ റിസർച്ച് പ്രക്രിയകളും, റിസർച്ച് ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുന്ന തൊട്ട് ഹൈപ്പോത്തസിസ് ജനറേറ്റ് ചെയ്യുന്ന വരെ തൊട്ട് ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുന്ന തൊട്ട് അനലിറ്റിക്കൽ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഇൻഫർമേഷൻ തരാൻ വേണ്ടി AI സാധിക്കും. പക്ഷേ AI ശ്രദ്ധിക്കേണ്ടത് അപ്രോച്ച് ദാറ്റ് വിത്ത് കോഷൻ, ബിക്കോസ് AI തരുന്നത് എല്ലാം ശരിയായിരിക്കണം നിർബന്ധമില്ല. നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ AI ക്യാൻ ബി വെരി വെരി ഹെൽപ്ഫുൾ. But if you do not have knowledge, AI can be troublesome, because you may create wrong knowledge, wrong information that can be presented. But use your knowledge with AI, then you can be a very good researcher. Knowledge with AI can be helpful. Literature search വേണ്ടി AI ഉപയോഗിക്കാം, ഡേറ്റ അനാലിസിസ് കൊണ്ട് AI ഉപയോഗിക്കാം, predictive modeling വേണ്ടി ഡേറ്റ ഉപയോഗിക്കാം, collaboration and data sharing വേണ്ടി ഡേറ്റ AI ഉപയോഗിക്കാം. പക്ഷേ ബേസിക്കലി ലാസ്റ്റ് പറഞ്ഞ വാക്ക് ഞാൻ ക്യാപിറ്റലി മനപ്പുറത്താണ്, believe in ethics. Ethics good പറയാൻ സമയമില്ല. That itself is a topic. I'm reaching 7:40, so I'm stopping here. Thank you. Sorry for being so fast. Thank you. Thank you, sir. Thank you very much. ഈ ഒരു സെഷനിൽ ഈ ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ചിനെ കുറിച്ച് ഷിൻജു മാമിന്റെയും അനീസ് സാറിന്റെയും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഇൻപുട്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു അനീസ് സർ, താങ്ക് യു ഷിൻജു മാം. ഒപ്പം ഷെയർ ചെയ്തിട്ടുള്ള ലിം സാറിനും പ്രത്യേകം താങ്ക്സ് പറയുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Thank you. അപ്പോൾ ഈ ഒരു സെഷൻ, ഫസ്റ്റ് സെഷൻ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. സെക്കൻഡ് സെഷൻ നമ്മൾ കടക്കുകയാണ്. അടുത്തൊരു സെഷൻ NGOs in Action, Transforming Social Work Perspective എന്നുള്ളതാണ്. അതിന് മുന്നേ ആയിട്ട് ആത്മ ഫൗണ്ടേഷൻ, ഈ ഒരു വെബിനാർ നടത്തുന്നത് ആത്മ ഫൗണ്ടേഷൻ ആണ്. ആത്മ ഫൗണ്ടേഷനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യുന്നതിനായിട്ട് ആത്മ ഫൗണ്ടേഷൻ ട്രസ്റ്റിയായ മിസ് പാർവതി ജിയെ ക്ഷണിക്കുന്നു. A very good evening to all of you. ആദ്യമായി ഒരു സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഒരു ഓർഗനൈസറിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് സമയം നമ്മൾ പ്രതീക്ഷിച്ചതിലും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിന് സോറി. ആൻഡ് ഗിവ് മി എ മിനിറ്റ്. Achieve your best and share your blessings with the world around. നമുക്ക് എത്താവുന്നതിൻ്റെ ഏറ്റവും വലിയ ഉയരത്തിലേക്ക് എത്തുകയും അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും ലോകത്തിനോട് ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആത്മ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആത്മ ഒരു സോഷ്യൽ സെക്ടർ ഓർഗനൈസേഷനാണ്, ഒരു നോൺ പ്രോഫിറ്റ് വോളണ്ടറി ഓർഗനൈസേഷനാണ്, NGO എന്ന് പറയാം, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്. പേര് പോലെ തന്നെ ആത്മയിലെ മേജർ ആയിട്ടുള്ള എല്ലാ ഇനീഷ്യേറ്റീവ്സും ഡ്രൈവ് ചെയ്യുന്നത് വോളണ്ടിയേഴ്സാണ്. ഇപ്പോൾ 18 വർഷമായിട്ട് ഈ ഒരു ഡെവലപ്മെന്റ് സെക്ടറിൽ ആത്മ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകം പല തരത്തിലുള്ള സഹായം ആവശ്യമുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആ സഹായം എത്തിച്ചു കൊടുക്കാനും അവരിൽ സമൂലമായ ഒരു മാറ്റം ഉണ്ടാക്കാനും ആത്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, സോ ബിഫോർ ഐ ഗോ ഇൻ ടു ദാറ്റ് ലെറ്റ് മീ റിക്വസ്റ്റ് ഓൾ ഓഫ് യു, ആത്മ ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യൂ, www.atmafoundation.org. ആത്മയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ അവൈലബിൾ ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളുടെ മേഖലയിൽ ആത്മ ഗുരുകുലം എന്നൊരു പ്രോജക്റ്റ് ആത്മ ഫൗണ്ടേഷൻ ഉണ്ട്. CNCP, ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന, ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത, എന്തെങ്കിലും സോഷ്യലി ഇക്കണോമിക്കലി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കുള്ളൊരു ഹോമാണ് ആത്മ ഗുരുകുലം. അവിടെ
പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ നല്ല നിലയിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന നല്ല പ്രൊഫഷണൽസ് ആവുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമാണ് ആത്മാ ഗുരുകുലം. ഇതുപോലെയുള്ള മറ്റ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള കുട്ടികൾക്കും ഈ എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടി ഓൺലൈനിലൂടെ അവർക്ക് ലേണിംഗ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ആത്മ ഉയരി. ആത്മ ഫാമിലി കൗൺസിലിംഗ് സെന്റർ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഫ്രീ ആയി കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ കൂടിയും സപ്പോർട്ടോടുകൂടി സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിം ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, ഡിജിറ്റൽ എംപവർമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിൻസ് ഉണ്ട്, അഡോളസൻസിന്റെയും യങ്സ്റ്റേഴ്സിന്റെയും എംപവർമെന്റിന് വേണ്ടിയുള്ള ക്യാമ്പയിൻസ് ഉണ്ട്, യോഗ, ആർട്സ്, അവനവന്റെ തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി എല്ലാ പ്രായത്തിലുള്ളവർക്കും കല അഭ്യസിക്കാനും യോഗ ചെയ്യാനും അത് പ്രൊമോട്ട് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ആത്മ ഫൗണ്ടേഷനിലുണ്ട്. ഇങ്ങനെ പല മേഖലകളിലായി 11 പ്രോജക്ട്സ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്ട്സിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 18 വർഷമായി 2200ഓളം പ്രോഗ്രാംസ്, ഇവന്റുകൾ ആത്മ നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഏകദേശം 4 ലക്ഷം കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ ആത്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഏതൊരു സന്നദ്ധ സംഘടനയും പോലെ കോവിഡ് സമയത്തും കേരളത്തിൽ ഫ്ലഡ്സ് ഉണ്ടായ സമയത്തും മെറ്റീരിയൽ ബെനിഫിറ്റ്സ്, മെഡിക്കൽ എയ്ഡ്, മെഡിക്കൽ ക്യാമ്പുകൾ ഇതെല്ലാം ചെയ്യാനും ആത്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ആളുകൾക്ക്, ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളിലേക്ക് സോഴ്സ് ചെയ്യാനായിട്ട് ആത്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ വർക്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിന്റെ കൂടെ ഒരു വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സോഷ്യൽ വർക്കിൽ റിസർച്ചിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇന്റർവെൻഷൻസ്, നമ്മൾ ചെയ്യുന്ന ഇനീഷ്യേറ്റീവ്സ് അതിനൊരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഇമ്പാക്റ്റ് നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ആത്മ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, ആത്മ RADC എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ആത്മ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം സ്റ്റുഡൻസിന് ആത്മ RADC സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. RADCയുടെ ഒരു ഏജസിൽ നമ്മളിവിടെ സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് PG സ്റ്റുഡൻസിന്, സോഷ്യൽ സയൻസസിൽ PG ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു ഇന്റേൺഷിപ്പിന് മാത്രമല്ല, ട്രെയിനി ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ എടുക്കുന്നുണ്ട്. അതുകൂടാതെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിന് താല്പര്യമുള്ള, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ആത്മയിലൊരു സ്ഥാനം ഉണ്ട്. സോ ഈ ഒരു അവസരത്തിൽ ഇത് കാണുന്ന എല്ലാ സ്റ്റുഡൻസിനെയും ആത്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബി എ പാർട്ട് ഓഫ് അവർ വോളണ്ടിയർ ടീം. നിങ്ങളുടെ ഗ്രോത്തിനും നിങ്ങളുടെ റിസർച്ച് ആസ്പിറേഷൻസിനും നിങ്ങളുടെ സോഷ്യൽ വർക്ക് ഇനീഷ്യേറ്റീവ്സിനും ആത്മ ഒരു പ്ലാറ്റ്ഫോം ആവാൻ സന്തോഷത്തോടെ ഒരുക്കമാണ്. വെൽക്കം ആൻഡ് താങ്ക് യു. താങ്ക് യു. നമ്മുടെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. NGOs in Action, Transforming Social Work Perspectives. ഈ ഒരു സെഷന് ചെയർ ചെയ്യാനായിട്ട് നമുക്കിവിടെ എത്തിയിട്ടുള്ളത് മിസ് സ്റ്റെഫി ഫ്രാൻസിസ്. സ്റ്റെഫി മാം സെന്റ് മേരീസ് കോളേജില് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. വിമല കോളേജിലെ റിസർച്ച് സ്കോളറാണ്. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ 2008 തൊട്ട് ഈ ഒരു സോഷ്യൽ വർക്ക് ഫീൽഡിൽ വളരെയധികം കാര്യങ്ങൾ സ്റ്റെഫി മാം ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്റ്റെഫി മാമിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിന്റെ, ഈ ഒരു സെഷന്റെ ഇന്നത്തെ ഫാക്കൽറ്റി ശ്രീ CK സുരേഷ് സാറാണ്. സാർ ആത്മ ഫൗണ്ടേഷന്റെ ഡയറക്ടറാണ്. സാർ പ്രൊഫഷണലി ഒരു ലൈഫ് കോച്ചും ട്രെയിനറുമാണ്. ഫ്രീ ആയിട്ട് വളരെ വർഷങ്ങളായിട്ട് സാർ ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് സപ്പോർട്ട് നൽകുന്നുണ്ട്. മാനേജ്മെന്റിലും സൈക്കോളജിയിലും ജേർണലിസത്തിലും സാറ് എന്നീ വിഷയങ്ങളിൽ PG ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 35 വർഷത്തോളമായി സാറ് പല സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഒരു ലീഡർഷിപ്പ് റോളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2006 സാർ ആത്മ ഫൗണ്ടേഷൻ തുടങ്ങിയത്. ധാരാളം വോളണ്ടിയേഴ്സും 11 പ്രോജക്ട്സും ആത്മ ഫൗണ്ടേഷന് ഇപ്പൊ ഉണ്ട്. വളരെ നന്നായി തന്നെ ഈ ഒരു NGO വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് സുരേഷ് സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചെയർ ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് സ്റ്റെഫി മാമിനെ ക്ഷണിക്കും. Namaskaram. Thank you so much, Sangeeta. I hope I am audible to you. Yes,
Yes. Namaskaram, all dignitaries, and a very hello to all participants. It's my honor and privilege to be here with you today as we are going to discuss a very timely topic, NGOs in action and their role in transforming social work perspectives. ഒരു ഇൻ ഇൻക്രീസിങ് ഒരു ഇന്റർകണക്റ്റഡ് വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു NGOസിന്റെ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് മേ ബി ആൻ അഡ്രസ്സിങ് സോഷ്യൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ അഡ്വക്കേറ്റിംഗ് ഫോർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആവാം, അല്ലെങ്കിൽ കാറ്റലൈസിങ് ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ, ഈവൻ ഇൻ പോളിസി റിഫോംസിന് ഉള്ളിലൂടെ നമ്മൾ അതിലൂടെ പോലും നമ്മുടെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ദേ ആർ അറ്റ് ദ ഫോർ ഫ്രണ്ട് എന്ന് പറയാം, to create a very just and equitable society. So today we are gathered here to discuss more about a very experienced person we have, Suresh sir, and addressing the immediate social needs, but also the transforming our very perspectives and paradigms for that make underpin the field of social work. Then we will examine the innovations and interventions, of course the challenges also faced by the non-governmental organizations while dealing with the very complex landscapes, and also the strive to create a lasting change. Throughout the discussions, we will go through the perspectives and very valuable insights for the timely topic. Without further ado, let's begin our exploration of NGOs in action, non-governmental organization action, and their transformative impact on social work perspectives. Over to you, Suresh sir. Sri C.K. Suresh, Director, Atma Foundation. Namaskaram, sir. Thank you, ma'am. ഈ 2 ദിവസമായിട്ട് നടക്കുന്ന സെമിനാറിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണിലൂടെ സോഷ്യൽ വർക്കിനെ കാണുക എന്നുള്ളതാണ് എൻ്റെ റോൾ. ഞാനൊരു അക്കാഡമീഷ്യൻ അല്ല, അല്ലെങ്കിൽ ഒരു റിസർച്ച് എക്സ്പേർട്ട് അല്ല, ശരിക്കും പറഞ്ഞാൽ MSW പോലും അല്ല. പക്ഷെ കഴിഞ്ഞ 17 വർഷത്തിലധികമായിട്ടൊരു വോളണ്ടറി ഓർഗനൈസേഷൻ സാമാന്യം കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് നൽകിക്കൊണ്ട് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓഫ് കോഴ്സ് വിത്ത് എ ബ്യൂട്ടിഫുൾ ടീം ഓഫ് വോളണ്ടിയേഴ്സ്. അപ്പോൾ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ, ഈ കാലയളവിലൂടെ നമ്മൾ പഠിച്ച പാഠങ്ങൾ, ഈ കാലയളവിൽ അക്കാഡമിയുമായിട്ട് അല്ലെങ്കിൽ ക്യാമ്പസുകളുമായിട്ട്, അല്ലെങ്കിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായിട്ട്, സോഷ്യൽ വർക്ക് സ്റ്റുഡൻസുമായിട്ടൊക്കെ ഉണ്ടായ ഇൻട്രാക്ഷൻസ്, അതിനുള്ള ചില ലേണിങ്സ് ഷെയർ ചെയ്യാനായിട്ട് ഈ സെമിനാറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ, ഇന്നലെയും ഇന്നുമായിട്ട് 3 കോർ ഏരിയാസ്, നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചായാലും, സോഷ്യൽ എൻ്റർപ്രൈസിനെ കുറിച്ചായാലും, റിസർച്ചിനെ കുറിച്ചായാലും വളരെ മനോഹരമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഡിസ്കഷൻസ് കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. തീർച്ചയായിട്ടും സമയത്തിൻ്റെ പരിമിതി ഉണ്ടായിട്ടുണ്ട്, പലർക്കും ആ ഒരു പൂർണ്ണമായിട്ട് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അതേസമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തത് 1 മണിക്കൂറിൽ ഒരു ടോപ്പിക് എന്നുള്ള നിലയ്ക്ക് 3 മണിക്കൂർ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രസൻറ്റേഷനിൽ തൃപ്തി ഇല്ലാതെ ആയിട്ടുണ്ട്, ടീച്ചേഴ്സിനോ കുട്ടികൾക്ക് തൃപ്തി ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിൽ വി ആർ റെസ്പോൺസിബിൾ. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വന്നാൽ, ഞങ്ങൾ കൂടുതൽ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക അവർ ഒരു NGO വിസിറ്റ് നടത്തുന്ന സമയത്താണ്. പല പർപ്പസുമായിട്ട് NGOസിനെ അവർ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്, ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വരാറുണ്ട്, ഇവിടെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിഷിപ്പിന് വേണ്ടിയിട്ടും വളണ്ടിയർ ചെയ്യാനൊക്കെ ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവിടെ കണ്ടെത്തിയ ചില കാര്യങ്ങളിൽ ചില ഫീഡ്ബാക്സ് എന്നുള്ള നിലയ്ക്ക് കുട്ടികളോട് പറയുകയാണെങ്കിൽ, അത് എങ്ങനെ നമുക്ക് ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാന്നുള്ള സാധ്യത കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്താണ്. സാധാരണഗതിയിൽ സോഷ്യൽ വർക്ക് അതിൽ പഠിക്കുന്ന ആളുകളോട് പറയുന്നത്, നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുകയും, അതാണ് സോഷ്യൽ വർക്കിനെ കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. NGOസിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് I personally focus more on the outcome side, not on the problem side. ഉദാഹരണം, ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ സാധാരണ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും
പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക, ഓക്കെ ഇരിക്കൂ, എന്താ പ്രശ്നം, എന്താ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം. പക്ഷെ ഇത്രയും കാലത്ത് കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഗൈഡൻസ് എക്സ്പീരിയൻസിൽ, കോച്ചിങ് എക്സ്പീരിയൻസിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ആളുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് വരാവുന്ന ആദ്യത്തെ കീ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് വേണ്ടത് എന്നാണ്. അപ്പോൾ വാട്ട് ഇസ് ദ പ്രോബ്ലം എന്ന് ചോദിക്കുന്നതും വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ തോട്ട്, അവരുടെ ഒരു എന്താ പറയുക റിസർച്ച് എല്ലാം പോകുന്നത് പ്രോബ്ലത്തിലേക്കാണ്. എന്താണ് പ്രശ്നം, എന്തൊക്കെയാണ് അതിൻ്റെ ദുരനുഭവങ്ങൾ, എപ്പോഴാണ് അത് തുടങ്ങിയത്, എങ്ങനെയാണ് അത് തുടങ്ങിയത്, ആൻഡ് ഫൈനലി ദ ലാൻഡ് അപ്പ് വിത്ത് ഹു ഈസ് റെസ്പോൺസിബിൾ, ആര് കാരണമാണ് എനിക്ക് പ്രശ്നം. പക്ഷെ തിരിച്ച് എന്താണ് വേണ്ടത് എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ മറ്റൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു സൊല്യൂഷൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ആ സൊല്യൂഷൻസ് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് ആലോചിക്കേണ്ടി വരും. ആൻഡ് ഫൈനലി ഹൂ ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് സൊല്യൂഷൻ എന്നുള്ളതിലേക്കും ചിന്തിക്കേണ്ടി വരും. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പഠിച്ച് സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ആദ്യഘട്ടത്തിൽ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പലപ്പോഴും ചിന്തിക്കാറ് സ്റ്റാർട്ട് ഫ്രം കൗണ്ടിങ് യുവർ ബ്ലെസ്സിങ്സ്. നമ്മളിൽ പലരും ശരിക്കും എത്രമാത്രം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ്. We are blessed with lot of things, so many things. Are we grateful for that? അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഡു വി ഡു? നമുക്കതിന് എന്തെങ്കിലും ഇൻ റിട്ടേൺ കമ്മ്യൂണിറ്റിക്ക്, ചുറ്റുമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെക്കാൾ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയാം. അവിടെ നമ്മൾ എൻ്റെ കയ്യിലുള്ള സൊല്യൂഷനുമായിട്ട് പോകുന്നതിന് പകരം അവർക്ക് എന്ത് സൊല്യൂഷനിലേക്കാണ് നമ്മളുടെ സഹായം എടുക്കാൻ പറ്റുക എന്നുള്ളത് അന്വേഷിക്കുക. മീനിങ് റെസ്പോൺസിബിലിറ്റി ബി വിത്ത് ദ ബെനിഫിഷ്യറി. ഞാൻ എന്തോ വലിയൊരു ചാരിറ്റി ചെയ്യുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡിന് പകരം എനിക്കുണ്ടായ സന്തോഷം ഞാൻ പങ്കുവെക്കാൻ ശ്രമിക്കുന്നു. ആവശ്യമായ ഒരാൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ആത്മ ഫൗണ്ടേഷൻ എസ്പെഷ്യലി, അല്ലെങ്കിൽ ധാരാളം NGOസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. NGOസ് എന്ന് പറയുമ്പോൾ അതും പലതരത്തിലുണ്ട് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ഇത് തുടങ്ങുന്നത് ഒരു പക്ഷേ ആദ്യകാലത്ത് വൾണറബിൾ ഗ്രൂപ്പ്സ് ആയി കണ്ട പുവർ, ഡിസേബിൾഡ്, പേഷ്യൻസ്, ക്രിമിനൽസ്, ഓൾഡ് ഏജ് പീപ്പിൾ, ഓർഫൻസ്, സോഷ്യലി ബാക്ക്വേർഡ്, ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളെ. അന്ന് ഈ സോഷ്യൽ കൺസേൺ എന്നുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തികളെ കുറിച്ചാണ്, പീപ്പിൾ ഓറിയന്റഡ് ആയിരുന്നു സോഷ്യൽ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴും പല സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരിൽ നിന്ന് സമൂഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് അന്ന് ഈ വർക്ക് തുടങ്ങിയത്. അതായത് ഒരു പ്രത്യേക അസുഖമുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി അവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിക്കുന്നു. കോൺസെപ്റ്റ് ആദ്യഘട്ടത്തിലൊക്കെയാണ്. പക്ഷെ മറ്റൊരു തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ഇത് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇവരെ മാറ്റി നിർത്തുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു സോഷ്യൽ ഇന്റർവെൻഷൻ, പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് പിന്നീട് കൂടുതൽ വളണ്ടിയേഴ്സിനെ, ആ ചെയ്യുന്നവർക്ക് അതിൻ്റെ സംതൃപ്തി കണ്ടെത്താനും ലഭിക്കുന്ന ആളുകളുടെ സന്തോഷം കാണുന്ന സമയത്ത് ആ സന്തോഷത്തിൻ്റെ ഒരു ട്രാൻസ്ഫറൻസ് സംഭവിക്കാനും ഒക്കെ തുടങ്ങിയ സമയത്ത് കൂടുതൽ വളണ്ടിയേഴ്സ് ഉണ്ടായി. ആ വളണ്ടിയറിങ്ങിൽ ആദ്യഘട്ടത്തിൽ റിലീജിയൻ വലിയൊരു ഘടകമായിരുന്നു. ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ മതത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് ഈ വളണ്ടിയറിങ് കൂടുതലാവുകയും ആ റിലീജിയൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സപ്പോർട്ട് എന്നിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് റിലീജിയസ് ആയിട്ടുള്ള ഒരു കളറോട് കൂടിയിട്ടാണ് വർക്ക് നടത്തുന്നത്. പിന്നീടാണ് ഏതൊരു ഘട്ടത്തിൽ സ്റ്റേറ്റ് ഇതിലേക്ക് കടന്നു വരികയും സ്റ്റേറ്റിൻ്റെ ഒരു സഹായ ഉപകരണമായിട്ട് ഈ വളണ്ടറി ഓർഗനൈസേഷൻസ് വരെയൊക്കെ ചെയ്യുന്നത്. സോഷ്യൽ സർവീസ് ഒരു ഘട്ടത്തിൽ വളണ്ടിയേഴ്സിൻ്റെ ഒരു പാഷൻ പോലെ ഈശ്വരന് വേണ്ടി അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇതിൽ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മനുഷ്യ സമുദായത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്ന ആ കോൺസെപ്റ്റ് പിന്നീട് വളർന്നു വരികയും അത് ഇൻഡിവിജ്വൽസിൽ നിന്ന് സോഷ്യൽ ഗ്രൂപ്പ്സ് ഏറ്റെടുക്കുകയും ചെയ്യാം. റിലീജിയസ് ഗ്രൂപ്പുകൾ പോലെ തന്നെ റൂളിംഗ് ക്ലാസ് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ, അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് ഇത്തരം ഗ്രൂപ്പുകളെ, റിലീജിയസ് ഗ്രൂപ്പുകൾ വന്ന റിലീജിയസ് ഗ്രൂപ്പും റൂളിംഗ് ക്ലാസ്സും തമ്മിൽ വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ റിലീജിയസ് ഗ്രൂപ്പിലൂടെ റൂളിംഗ് ക്ലാസ് സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹായങ്ങൾ
എത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പിന്നീടാണത് ഹെൽപ്പിംഗ് പീപ്പിൾ ടു ക്രിയേറ്റ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ പുരോഗതി അവിടെയുള്ള ആളുകളെ മുഴുവൻ പുരോഗതിയുമായി ബന്ധപ്പെടുത്തണം. അവിടെ അസംതൃപ്തരായ ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ വെൽഫെയർ പൂർണ്ണമാവില്ല എന്നൊക്കെയുള്ള ധാരണയിലാണ് ഇത് കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് സോഷ്യൽ വെൽഫെയറിലേക്കും പിന്നീട് സോഷ്യൽ റിഫോർമേഷനിലേക്കും സോഷ്യൽ ഓർഗനൈസേഷനിലേക്കും പിന്നീട് ഒരു ഘട്ടത്തിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്നുള്ള കോൺസെപ്റ്റിലേക്കൊക്കെ മാറുന്നത്. ആ അവസാന ഘട്ടത്തിലേക്കാണ് ഗവൺമെന്റ് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ പിന്നീട് ഗവൺമെന്റേതര സംഘടനകൾ NGOs എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നു. ഇത് പലപ്പോഴും അക്കാഡമിക് ഏരിയയിൽ ഭാരതീയമായിട്ടുള്ള ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് പലപ്പോഴും ചർച്ച നടക്കാറില്ല. എല്ലാം വെസ്റ്റിൽ നിന്ന് നമുക്ക് കോൺസെപ്റ്റ്സ് ആയിട്ട് കിട്ടുന്നു, നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ ഭാരതീയമായ രീതിയെക്കുറിച്ച് ഇടയ്ക്ക് ചില പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അവിടെ വ്യക്തമായിട്ട് പറയുന്ന ചില സന്ദേശങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. അത് ചുരുക്കി പറയുകയാണെങ്കിൽ ന കർമ്മണ ന പ്രജയാധനേന ത്യാഗേനയ്ക്ക് അമൃതത്വമാനശുഹു ഉപനിഷത് വാക്യമാണ്. കർമ്മം കൊണ്ടോ മക്കളുടെ മുഖേനയോ സമ്പത്ത് കൊണ്ടോ ഒരിക്കലും അമരത്വം നേടാൻ കഴിയില്ല. അത് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾ ത്യജിക്കാൻ തയ്യാറാവണമെന്ന് പറയുന്നൊരു സന്ദേശം. അവിടെയാണ് ധർമ്മം എന്നുള്ളൊരു വാക്കും യജ്ഞഭാവന എന്ന് പറയുന്നതും ദാനത്തിനെ കുറിച്ചും സേവനത്തിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അതിൻ്റെയും അടിസ്ഥാനം ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരത്വത്തിന്റെ ആവിഷ്കാരമാണ്. ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ മറ്റൊരാളെ സേവിക്കുന്ന സമയത്ത് മാനവസേവ മാധവസേവ എന്നൊക്കെ പറഞ്ഞു വരുന്ന രീതിയിൽ വ്യക്തിയെ പൂജിക്കുന്ന സമയത്ത് ഈശ്വരനെ തന്നെയാണെന്നൊക്കെ പറയുന്ന ഒരു ആദ്യകാലത്തെ ആചാര്യന്മാർ പറഞ്ഞ കുറെ സന്ദേശങ്ങൾ ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നു. ത്യാഗം ചെയ്ത് യജ്ഞഭാവനയോടുകൂടി ഒരു കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്നത്. അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്യുന്നയാള് പാപം തന്നെയാണ് കഴിക്കുന്നതെന്ന് പറയാം. ഇപ്പൊ അന്നത്തെ കാലത്ത് പാപം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഒരു പൊട്ടവാക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്യുന്നത്, അങ്ങനെ ഒരാള് പാപമാണ് കഴിക്കുന്നതെന്ന് പറയാം. പിന്നീട് പഞ്ചഋണങ്ങളെ കുറിച്ചൊക്കെയുള്ള ചർച്ചയും നമ്മളവിടെ കാണുന്നുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞ് ചരിത്ര കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് കോൺട്രിബ്യൂഷന് ഒരു വെർച്യു ആയിട്ട് അല്ലെങ്കിൽ ദാനം പരമമായ ധർമ്മം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരും. അപ്പൊ അത്തരത്തിൽ വർക്ക് തുടങ്ങുന്ന ആളുകൾ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്, താൽക്കാലികമായിട്ട് അന്നത്തെ ഡിമാൻഡ്സ് അല്ലെങ്കിൽ നീഡ്സ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണത്തിന്റെ, താമസത്തിന്റെ, പിന്നീട് വസ്ത്രത്തിന്റെ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും അടിസ്ഥാനപരമായ ഇമ്മീഡിയറ്റ് ആവശ്യങ്ങൾ അതിനു വേണ്ടിയുള്ള സേവനമായിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഇത് ഈ സോഷ്യൽ ചേഞ്ച് ടേക്സ് ടൈം. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രമായിട്ട് സാധ്യമാവില്ല. അതൊരു ദീർഘകാല പദ്ധതികൾ ആവശ്യമുണ്ടെന്നും അത് സ്വന്തം ചുറ്റുപാടുകളിൽ മാത്രമല്ല ലാർജർ കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് വ്യാപിക്കണം എന്നും തിരിച്ചറിയുന്ന സമയത്താണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ ഘട്ടങ്ങളിലാണ് നമ്മൾ കാണുന്നത് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കാണുന്നു. അതിൽ പ്രത്യേക ഡിഗ്രികൾ ഉണ്ടാവുന്നു. സോഷ്യൽ സയൻസസിന്റെ ഓരോ വിഭാഗങ്ങളും പിന്നീട് ഡിഗ്രികളായിട്ട് മാറുന്നുണ്ട്. അതിലൊക്കെ റിസർച്ചിനുള്ള സാധ്യതകൾ അത് വളരെ വിശദമായിട്ട് കഴിഞ്ഞ സെഷനിൽ പറയേണ്ട റിസർച്ചിന്റെ സാധ്യതകൾ ഉണ്ടാവും. ഇതെല്ലാം ചേർന്ന് സങ്കല്പിക്കുന്നത് ഈ സോഷ്യൽ വർക്കിന്റെ രംഗത്തേക്ക് വരുന്ന ആളുകൾ അവരുടെ അറിവുകൾക്കൊപ്പം അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യണം. ഇത് ഈ കഴിവുകൾ എന്ന് പറയുന്ന സ്കിൽ സെറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ മുന്നിലൊക്കെ വരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. പരിചയപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ബയോഡാറ്റ പ്രൊഫൈലോ കൊണ്ടുവരുന്ന സമയത്ത് ഒരു കോളേജിൽ നിന്ന് ഒരു 5 പേര് ആണെങ്കിൽ 5 പേരും ഒരേ സ്കില്ലുകളായിട്ടും എഴുതിയിട്ടുണ്ടാവാം. ഏതൊക്കെയാണോ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചത്, എമ്പതി, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അതേ ഓർഡറിൽ തന്നെ. അപ്പൊ ഞാൻ ചിലപ്പോൾ ഒന്നിലധികം കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ അവരോട് ചോദിക്കാനാണ് എനിക്ക് ഇതിന്റെ ഓർഡറെങ്കിലും മാറ്റി എഴുതിക്കൂടെ. അപ്പൊ അത് കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത് പോലെ അത് ക്ലാസ് റൂമിൽ കേട്ടതായാലും അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തായാലും സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിലുള്ളതൊന്നാണ്. അതിന് ഉപയോഗിക്കാൻ തയ്യാറാവുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ഈ സ്കിൽ സെറ്റും നോളജും ആറ്റിറ്റ്യൂഡും സോഷ്യൽ വർക്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കരിയറിനെ കുറിച്ച് പിന്നീട് ബോധർ ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ ഇന്നലെ ധാരാളം ജോലി സാധ്യതകളെ കുറിച്ച് നാഷണൽ ഇന്റർനാഷണൽ ലെവലിലുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ NGO സെക്ടറിൽ ഇത്രയും കാലമായിട്ടൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാതെ
കുറച്ച് പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ കഴിഞ്ഞ ഒരു സോഷ്യൽ എന്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ, അറിവും സ്കിൽ സെറ്റും ആറ്റിറ്റ്യൂഡും ജെനുവിൻ ഇൻട്രസ്റ്റും ഉള്ള സോഷ്യൽ വർക്കിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ എന്നുള്ളത് അവർ ഒട്ടും തന്നെ ബോധർ ചെയ്യേണ്ടാത്ത സാധ്യതകളുള്ള ഒരു ഏരിയ. കരിയറിലേക്ക് സോഷ്യൽ വർക്ക് ഒരു കരിയറായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് ഡിഗ്രിയും എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി സാധ്യതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആത്മാർത്ഥതയുള്ള എൻ്റെ ചുറ്റുമുള്ള സഹജീവികളോട് ഞങ്ങൾ പറയാ സോഷ്യൽ വർക്കർക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ഗുണമായിട്ട് ഞങ്ങൾ കാണുന്നത് കമ്പാഷനാണ്. സഹജീവി സ്നേഹം എന്നൊക്കെ പറയില്ലേ, എമ്പതിയേക്കാളൊക്കെ മേലെയാണ് അത്. ആ നാച്ചുറൽ ആയിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നോളജ് ഹെൽപ്സ് യു റിയലൈസ് ദ വാട്ട് ഓഫ് ഡൂയിങ്. എന്താ ചെയ്യേണ്ടത്, നോളജ് എങ്ങനെയാ ചെയ്യേണ്ടത്, വേ ഓഫ് ഡൂയിങ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, വൈ ഓഫ് ഡൂയിങ്, and talent, grace of doing. How you do the social work? Just ഒരു പുതിയ ബ്യൂറോക്രാറ്റിനെ സൃഷ്ടിക്കുകയാണോ നമ്മൾ ചെയ്യാം? ഇപ്പോൾ ഉദാഹരണം ഒരു NGO എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ, ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുമ്പോൾ, ഇന്ന് ആ പ്രോജക്റ്റിൽ ഇൻസ്പെക്ഷൻ നടത്താനും അവിടെ റിപ്പോർട്ട് എഴുതി വയ്ക്കാനും അധികാരമുള്ള ഏറ്റവും ചുരുങ്ങിയത് 17 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയുമായി 17ഓളം ഡിപ്പാർട്ട്മെന്റുകൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ ഇൻസ്പെക്ഷൻ നടത്താനും അവിടെ കമന്റ് ചെയ്യാനും നടപടി എടുക്കാനും അധികാരമുണ്ട്. ഈ 17ലും ഒരു 10 എണ്ണത്തിലെങ്കിലും ചിലപ്പോൾ വരുന്നത് സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കും. പക്ഷെ ദേ കം ഫ്രം ദ അതർ സൈഡ്. ഇവരാരും നമ്മളോട് വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് സഹായം വേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഇതിനെ ബെറ്റർ ആക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ചോദിക്കാനല്ല അവർ വരുന്നത്. അവര് ഇതുണ്ടോ, ഇതില്ലേ, ഇതുണ്ടോ, ഇതില്ലയോ, ഇതിങ്ങനെയാണോ ചെയ്യുന്നത്, ഇതെങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ആ രീതിയിൽ ഒരു NGO ബ്യൂറോക്രസി റിലേഷൻഷിപ്പ് ഒഴിവാക്കാനായിട്ട് ഈ ആറ്റിറ്റ്യൂഡുള്ള സോഷ്യൽ വർക്കിനെ കുറിച്ച് ധാരണയുള്ള കമ്പാഷനുള്ള ആളുകൾ ഈ രണ്ട് വശത്തും ഉണ്ടാവുന്നത് വളരെ വലിയ കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ NGO സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത്, ഗവൺമെന്റ് സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത്, ഫണ്ടിങ് സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത്, ഓക്കെ, വട്ട് എവർ ഇറ്റ് മേ ബി, this common compassion and attitude makes a lot of difference. അത് ഈ 3 വിഭാഗത്തിലും ആർക്കെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്ന സമയത്ത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യത്തിലും ഈ പ്രയോജനം ഉണ്ടാവും. NGOസിനെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള NGOs ഉണ്ടാവും, എക്സ്ട്രീംസ്. പല എക്സ്ട്രീമിലുള്ള NGOസിനെ നമുക്ക് കാണാൻ കഴിയും. അതൊരു റിലീജിയസ് അഫിലിയേഷനോട് കൂടി വർക്ക് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ താല്പര്യങ്ങളുള്ള NGOs ഉണ്ടാവും. കോർപ്പറേറ്റ്സ് തന്നെ, ഇപ്പൊ CSR ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം കോർപ്പറേറ്റ്സ് തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അവരുടെ ഫൗണ്ടേഷൻസ് NGO പോലെ പ്രവർത്തിക്കുന്ന നമുക്കറിയാം. ഒരാളും ഒറ്റയ്ക്ക് നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനം മുതൽ മൾട്ടിനാഷണൽ ലെവലിൽ പല രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന പ്രൈവറ്റ് NGOസിനെ വരെ നമുക്ക് കാണാൻ കഴിയും. കോർപ്പറേറ്റ് NGOs, അതായത് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയേക്കാൾ വലിപ്പമുള്ള NGOs, അതുപോലെ സ്റ്റാഫ്, അതുപോലെ ശമ്പളം, അതുപോലെ പ്രവർത്തന ശൈലി, അതുപോലെ ടെക്നോളജി എല്ലാം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള NGOs ഇന്ത്യയിൽ തന്നെയുണ്ട്. അതേ സമയത്ത് ഒരു മുറിയിലിരുന്നു കൊണ്ട് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയെ ഒറ്റമുണ്ടെടുത്ത് എന്നുള്ള രീതിയിൽ സർവ് ചെയ്യുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിൽ അഡ്വക്കസി തൊട്ട് അഗ്രസീവ് ആക്ടിവിറ്റി വരെ, ആശയപ്രചരണം തൊട്ട് ഡയറക്റ്റ് ഡെലിവറി ഓഫ് ബെനിഫിറ്റ്സ് വരെയുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്ന ആളുകൾ മുതൽ എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന NGOs ഒരേ കാര്യം തന്നെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഒരേ സമയത്ത് പലതരത്തിലുള്ള പ്രോജക്ട്സിൽ ഒരുപോലെ ഇടപെടുന്ന NGOs ഉണ്ട്. ഒരു NGO അതിന്റെ കീഴിൽ മറ്റ് പല NGOs ആയി വർക്ക് ചെയ്യുന്ന, എന്താ പറയുക, അപ്പെക്സ് NGO മുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു വില്ലേജിൽ മാത്രം ഒതുങ്ങി നിന്ന് പുറത്തേക്കുള്ളവർ അറിയാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഗ്രാസ് റൂട്ട് ലെവൽ NGOs ഉണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും പ്രൊഫഷണൽസിനെ എൻഗേജ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന NGOs മുതൽ കാഷ്വൽ ആയിട്ട് ഇപ്പോഴും അവരുടെ കുത്തിക്കണക്ക് എന്ന് പറയുന്ന രീതിയിൽ കണക്ക് എഴുതിക്കൊണ്ട് നടക്കുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. ധാരാളം ബാങ്ക് ഡിപ്പോസിറ്റും അസറ്റ്സും ഉള്ള NGOs തൊട്ട് അന്നത്തെ കാര്യത്തിന് കടം മേടിക്കുന്ന NGOs വരെ നമ്മുടെ നാട്ടിലുണ്ട്.
ഗവൺമെന്റ് ഫണ്ടഡ്, ഇന്റർനാഷണൽ ഫണ്ടഡ്, നാഷണൽ ലെവലിൽ CSR ഫണ്ടഡ്, അല്ലെങ്കിൽ വെഞ്ചർ ഫണ്ടഡ് എന്നൊക്കെ പറയും. അത്തരത്തിൽ പല രീതിയിൽ വർക്ക് ചെയ്യുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. NGOs നടത്തിപ്പുകാരുടെ ബെനിഫിറ്റിന് വേണ്ടി നടത്തുന്ന NGOസും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ തരത്തിലുള്ള NGOസും ഉള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ ക്ലാസ് റൂമിലെ പ്രൊഫഷണൽ അക്കാഡമിക്സ് ആ ലേണിങ്ങുമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. മാറി വരുന്നൊരു സാഹചര്യം കൂടി ഒപ്പം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മുമ്പ് ആർക്കും NGO ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള സംഘടനകളില്ല എന്നല്ല. പക്ഷേ ഗ്രാൻഡ്സോ അതുപോലെയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടോ ബെനിഫിറ്റ്സോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീതി ആയോഗിന്റെ NGO ദർപ്പൺ രജിസ്ട്രേഷൻ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഒരു തുടക്കം മാത്രമാണ്. അങ്ങനെ ഏതാണ്ട് 20 ലക്ഷത്തോളം സോഷ്യൽ എന്റർപ്രൈസസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് 2016 ഒരു സർവേ ഒക്കെ പറയുന്നത്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് തുടങ്ങി ഫോർ പ്രോഫിറ്റ് സോഷ്യൽ എന്റർപ്രൈസ് വരെയുണ്ട്. അങ്ങനെയുള്ള 20 ലക്ഷം NGOസിൽ ഏതാണ്ട് ആവറേജ്, എല്ലാത്തിലും ഒരുപോലെയല്ല, പക്ഷേ ആവറേജ് 19 ഫുൾ ടൈം എംപ്ലോയീസിനെ വരെ എൻഗേജ് ചെയ്യുന്നുണ്ടെന്നാണ്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 38 മില്യൺ ജോബ്സ്. ഇത്രയും അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു രാജ്യത്ത് 38 മില്യൺ ജോബ്സ് എന്ന് പറയുന്നത് NGO സെക്ടറിന്റെ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ സെക്ടറിന്റെ സോഷ്യൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കും. ഈ കാലം മാറി വരുന്ന സമയത്ത് ഏതാണ്ട് 34 NGOs എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. 34 ലക്ഷം NGOs എന്നാണ് കണക്ക്. ആ 34 ലക്ഷത്തിൽ 2,20,000-ലധികം ടാക്സ് എക്സംപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു 2.5 ലക്ഷത്തിനടുത്ത് ടാക്സ് എക്സംപ്ഷൻ മേടിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. 20,000-ലധികം FCRA അപ്രൂവ്ഡ് NGOs ഉണ്ട്. FCRA എന്ന് പറയുമ്പോൾ ഫോറിൻ ഫണ്ട് റിസീവ് ചെയ്യാൻ അധികാരമുള്ള NGOs ഉണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തോളം NGOs ആണ് ഇപ്പൊ NGO ദർപ്പണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 53 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഈ NGO ദർപ്പൺ വഴിക്ക് ഫണ്ടിങ്, ഗ്രാൻഡ്സ്, ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവൈൽ ചെയ്യുന്ന NGO ദർപ്പണിൽ രജിസ്റ്റർ ചെയ്ത് 2 ലക്ഷത്തോളം NGOs ഉണ്ട്. അതിൽ ഏതാണ്ട് 30,000-നടുത്ത് NGOs ഉത്തർപ്രദേശിൽ മാത്രമാണ്. മഹാരാഷ്ട്രയിലും 30,000-ന്റെ അടുത്തുണ്ട്. ഡൽഹിയിൽ 15,000 ഉണ്ട്. വെസ്റ്റ് ബംഗാളിൽ 15,000 ഉണ്ട്. കേരളത്തിൽ ഏതാണ്ട് 6,000-ഓളം NGOs നീതി ആയോഗിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, 38 ലക്ഷം ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്ന NGOസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ മാറി വരുന്ന സാഹചര്യങ്ങളിൽ NGOസിനെ പഴയ രീതിയിലുള്ള ഒരു സോഷ്യൽ സർവീസ് ഓർഗനൈസേഷനായിട്ട് അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷനായിട്ട് മാറി നിൽക്കാൻ സാധ്യമല്ല. പഴയ ഫണ്ടിങ് പാറ്റേണിലൊക്കെ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാവും. ലീഗൽ ഒബ്ലിഗേഷൻസ് ഒട്ടനവധി മാറി വരുന്നു. കംപ്ലയൻസ് റിക്വയർമെന്റ്സ്, ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഓരോ NGOയും കൂടുതൽ പ്രൊഫഷണൽ ആകേണ്ടി വരുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. കൂടുതൽ പ്രൊഫഷണൽ ആകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രൊഫഷണൽസിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെന്ന് അർത്ഥം. അത് 2 തരത്തിലും, ഒരു ജോബ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിലും സോഷ്യൽ വർക്ക് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് NGO സെക്ടർ ഈസ് അട്രാക്റ്റീവ്. അതല്ല, നമ്മളുടെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സോഷ്യൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി another NGO which might create wonderful results. പക്ഷേ അതിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നവർക്ക്, അതിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്ന ആളുകൾക്ക് നാളെ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. കാരണം അത്രയും ലീഗൽ കംപ്ലയൻസ് NGO സെക്ടർ ഫുൾഫിൽ ചെയ്യേണ്ടി വരുന്ന ഒരു രംഗമാണ് ഇപ്പോഴുള്ളത്. അതിൽ നമുക്ക് ഈ പറയുന്ന അക്കാഡമിക്കിലോ അല്ലെങ്കിൽ അക്കാഡമിക്സിലോ റിസർച്ചിലോ പറയുന്ന എല്ലാ കാര്യങ്ങളും, ടെക്നോളജിയിൽ വരുന്ന എല്ലാ ഡെവലപ്മെന്റ്സും, ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്ന മാറ്റങ്ങൾ, ലീഗൽ സെക്ടറിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം അടുത്ത കാലത്ത് വളരെ കൂടുതലായി NGO സെക്ടറിനെയും ബാധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി മുന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ ഒബ്ലിഗേഷൻസ്, രജിസ്ട്രേഷൻസ്
ട്രാൻസ്പെറൻസി പോലെയുള്ള എല്ലാ കാര്യങ്ങളും NGO സെക്ടറിന് ഒരു പക്ഷേ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് പോലെ തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോക്യുമെന്റേഷന്റെയും ഫയലിങ്ങിന്റെയും ഒക്കെ അക്കൗണ്ടബിലിറ്റി ഒരു തരത്തിൽ കോർപ്പറേറ്റ്സിനൊക്കെ ഇമ്പോസ് ചെയ്യുന്ന ഫൈൻ പോലെ NGO സെക്ടറിലും നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ എന്ന് തിരിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. അത് ചെയ്യുന്നതിനുള്ള രീതി ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഗവൺമെന്റിന്റെ ലീഗൽ ഒബ്ലിഗേഷൻസ് അനുസരിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഒരു വൺ ടൈം സോഷ്യൽ ആക്ടിവിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി, ലീഗൽ കംപ്ലയൻസ് എല്ലാം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു മേഖലയാണ് NGO സെക്ടർ എന്ന് പറയുന്നത്. റിസോഴ്സ് മൊബിലൈസേഷനും ക്യാഷ് ട്രാൻസാക്ഷനും ഒക്കെ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയി വരികയാണ്. പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ധാരാളം ഏജൻസികളുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ലാതെയാവുന്നു. അവരുടെ ഓഡിറ്റിങ്ങിൽ ഗവൺമെന്റ് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ടാക്സ് ബെനിഫിറ്റ്സിന്റെ കാര്യത്തിലും കൃത്യമായിട്ട് അക്കൗണ്ടിങ്, കൃത്യസമയത്തുള്ള അക്കൗണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യപ്പെടുന്നു. എക്സ്പെൻസസിന്റെ കാറ്റഗറി അത് റിപ്പോർട്ട് ചെയ്യുന്ന ഓഡിറ്റേഴ്സിനെ കൂടി റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ട് രീതികൾ പരിഷ്കരിക്കപ്പെടുന്നു. FCRAയുടെ നിയമങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആവുന്നു. അതിന്റെ ഫണ്ട് ചെലവഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നിയന്ത്രണം വരുന്നു. ഗവൺമെന്റ് ഗ്രാൻസിന്റെ കാര്യത്തിലൊക്കെ PFMS എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഫോളോ ചെയ്യേണ്ടി വരുന്നു NGOസിന്. ഇതെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് ലൂസ് ആവോ കൂടുതൽ സ്ട്രിക്റ്റ് ആവോ എന്ന് ചോദിച്ചാൽ സാധ്യത കൂടുതൽ സ്ട്രിക്റ്റ് ആൻഡ് റിജിഡ് ആവുന്നതിനാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ മുമ്പ് സോഷ്യൽ സർവീസിൽ കിട്ടിയിരുന്ന ഒരു രസം എന്ന് പറയുന്നതിന് പകരം ഒരു കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രഷർ ധാരാളമായിട്ട് ഇതിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ ഇന്നോവേഷൻസും സോഷ്യൽ എന്റർപ്രണർഷിപ്പ് ഒക്കെ ഞാനീ പറയുന്ന സാമൂഹ്യ സേവന രംഗത്തിന് പുറമേയുള്ള സോഷ്യൽ പ്രോജക്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഈവൻ സോഷ്യൽ മേഖലയിലുള്ള സ്റ്റാർട്ടപ്സ് ആയാലും സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ, വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ, ഡീപ്പ് ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ, വാട്ടർ മാനേജ്മെന്റ്, ഇതൊക്കെ ധാരാളം ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഈ സോഷ്യൽ സെക്ടറിലേക്ക് കടന്നു വരുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ദയനീയമായി ചെറിയ വരുമാനത്തിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് അവിടെയും ഈ കോർപ്പറേറ്റ് എംപ്ലോയീസിനെ പോലെ ഉള്ള സ്റ്റാറ്റസും അതുപോലെയുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്ന ഒരു സിനേറിയോ ആണ് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. എസ്പെഷ്യലി എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ, ഹെൽത്തിൻ്റെ മേഖലയിൽ, സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ മേഖലയിൽ, ഫിനാൻഷ്യൽ സർവീസസിൻ്റെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പോലെയുള്ളതിൻ്റെ മേഖലകളിൽ, എനർജി ആൻഡ് ക്ലീൻ ടെക്നോളജി, എൻവയോൺമെൻറ്റ്, ഇങ്ങനെയുള്ള മേഖലകളിൽ, ലൈവ്ലിഹുഡിൻ്റെ മേഖലയിൽ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ്റെ മേഖലയിൽ ഒക്കെ ധാരാളം വളരെ വലിയ NGOs ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം ആ രീതിയിലുള്ള NGOസിന് പല ഏരിയകളിലും പല സെക്ടറുകളിലും ഇന്നും സ്പേസ് ഉണ്ട്. അത് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് ഔട്ട്സോഴ്സിംഗ് എന്നുള്ളൊരു കൾച്ചർ അത് കൂടുതൽ പ്രയോജനകരമായിട്ട് NGOസിന് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ വളരെ അവെയർ ആയിരിക്കേണ്ട, അലർട്ടായിരിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ രീതിയോ ഇന്നത്തെ സെക്ടറോ ആയിരിക്കില്ല ചിലപ്പോൾ നാളെ സാധ്യതകൾ ഉണ്ടാക്കി വെക്കുന്നത്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി NGOസിന്റെ ഒരു വലിയ ചാലഞ്ചായിട്ട് ഇപ്പം നിൽക്കുകയാണ്. ഇപ്പൊ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ തന്നെ തുടർന്നും ചെയ്യുക, മറ്റൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന രീതിയിൽ ഇനി മുന്നോട്ട് പോയില്ല. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ചൈൽഡ് ലൈൻ പോലെ അഖിലേന്ത്യാ തലത്തിൽ വ്യാപിച്ച് പ്രവർത്തനം നടത്തിയിരുന്ന ഒരു NGO, ആ ചൈൽഡ് ലൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ഏതാണ്ട് 650ഓളം NGOs ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. ഗവൺമെന്റിന്റെ ഒരു തീരുമാനം വന്ന സമയത്ത് ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനം അതാത് സംസ്ഥാന ഗവൺമെന്റുകളെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഫലം ഈ 600-ലധികമുള്ള NGOs വളരെ ചെറിയ ഒരു തീരുമാനം വരുന്ന സമയത്ത് വലിയ ഇമ്പാക്റ്റ് അനുഭവിക്കേണ്ടി വരികയാണ്. അവരുടെ ഒരു മേജർ പ്രവർത്തനങ്ങൾ പലരുടെയും ഇതായിരുന്നു. ഈ വർഷം 600 പേരെയും ആ ഒരു മേഖലയിൽ നിന്ന് മാറാൻ അവർ പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടി വന്ന NGOs അതിൽ ധാരാളം ഉണ്ടാവും. ഈ NGO സെക്ടറിലേക്ക് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള രീതികൾ മാത്രമല്ല പുതിയ പുതിയ സെക്ടേഴ്സും അൺഫോൾഡ് ചെയ്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റം, അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേറ്റ് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിലൊക്കെ വന്നിട്ടുള്ള സാധ്യതകൾ ഒട്ടനവധിയാണ്. അതുപോലെ CSR പോലെയുള്ള, അത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിന്റെ അവൈലബിലിറ്റി വരുന്ന സമയത്ത്
കോർപ്പറേറ്റ് പ്രവർത്തനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ പ്രവർത്തിക്കേണ്ടി വരുന്ന NGOs, അവരുടെ മുന്നിലും പല പുതിയ സാധ്യതകളും ഉണ്ടായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ ഈ എഡ്യൂക്കേഷന് ശേഷം ജോലി അന്വേഷകരാവുക എന്നുള്ളത് മാത്രമല്ല, എസ്പെഷ്യലി ഒരു ക്ലാസ് റൂമിൽ 10-20 കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 4-5 പേർക്ക് നമ്മളാണ് ഒരു ലീഡർഷിപ്പ് റോളിൽ പുതിയൊരു NGO തുടങ്ങാൻ പോകുന്നത് തീരുമാനിച്ചാൽ അതിനുള്ള സപ്പോർട്ട് നിങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും വളരെ സെൽഫ് റെസ്പെക്റ്റോടുകൂടി ഡിഗ്നിറ്റിയോടുകൂടി സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് പ്രൊഫഷണലായിട്ട് കടന്നു വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ ദിസ് ഇസ് ഔട്ട് ഓഫ് സിലബസ്. സിലബസിന്റെ അകത്ത് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്തിന് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ പലതരത്തിൽ വിസിറ്റ് ചെയ്യുന്ന കുട്ടികളോട് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അടുത്ത ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്താ? വലിയൊരു ശതമാനം വിദേശത്ത് പോവുക, സ്വാഭാവികം. വിദേശത്ത് എന്താ ചെയ്യാൻ വേണം? പലതരത്തിലുള്ള വർക്കുകൾ. അതിവിടെ ചെയ്യാൻ തയ്യാറുണ്ടോ? ഇല്ല. ദേ ആർ പ്രെജുഡീസ്ഡ്. ഇവിടെ നമുക്കത് പ്രൊഫഷണലായിട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ചിന്തിക്കേണ്ടതല്ലേ? ഈ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് അല്ലാതെ ആരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്? ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം. NGOസിനെ കൂടുതൽ പരിചയപ്പെടാനായിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുക. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് പോലെ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടെമ്പററി ജോലിയിലേക്കൊക്കെ ധാരാളം NGOs ഒരു പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെട്ട് വിളിക്കുന്ന അവസ്ഥ ഉണ്ടാവും. നിങ്ങൾക്ക് NGOസിന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ട് അവിടെ വളണ്ടിയറിംഗ് ആയി തുടങ്ങിക്കൊണ്ട് നിങ്ങളെ ട്രെയിനി ആയിട്ടോ നിങ്ങളെ പിന്നീട് ജോലിക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സാധ്യതകൾ ഇന്നത്തെ രംഗത്ത്. കാരണം കൂടുതൽ പ്രൊഫഷണലിസം ആവശ്യമായി വരുന്നു. എവിടെയൊക്കെയാണ് നമ്മൾ ഈ NGOസിനെ ഇന്ററാക്ട് ചെയ്യാൻ അവസരം കിട്ടുന്നത്? നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒബ്സർവേഷൻ വിസിറ്റ്, കൺകറന്റ് ഫീൽഡ് വർക്ക്, ഇന്റേൺഷിപ്പ്, ഫീൽഡ് പ്ലേസ്മെന്റ്, ട്രെയിനിഷിപ്പ് ഓർ ഫെലോഷിപ്പ് offered by the NGOs, volunteering opportunity offered by the NGOs, then career സാധ്യതകൾ, ഒപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ മേഖലയിൽ ഒരു അടയാളം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ലീഡർഷിപ്പ് റോൾ, ഇതൊക്കെ നമ്മളുടെ മുന്നിൽ ഓപ്പൺ ആണ്. ഫീൽഡ് പ്ലേസ്മെന്റിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു ഫീഡ്ബാക്ക് എന്നുള്ള നിലയ്ക്ക് ഒരു NGO സെക്ടറിലുള്ള ഒരു പെർസ്പെക്റ്റീവ് നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഹംബിൾ റിക്വസ്റ്റ് വുഡ് ബി ഓപ്പൺ. നമ്മളുടെ ക്ലാസ് റൂം അല്ല NGOs ഫങ്ഷൻ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത്. അവിടെ പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്. അവിടെ ചെല്ലുക, ഒബ്സർവൻല് നോക്കി കണ്ട് പഠിക്കാനല്ലേ നമ്മൾ പോകുന്നത്, ചെയ്ത് പഠിക്കാനുള്ള അവസരമല്ലേ, പഠിച്ചു വളരാനുള്ള അവസരമല്ലേ. ആ രീതിയിൽ നമ്മൾ ഇതിനെ കാണും. തീർച്ചയായിട്ടും അങ്ങനെ ജെന്യുവിനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന കാൻഡിഡേറ്റ്സിനെ നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ NGOയിലോ മറ്റ് NGOസിലോ ഒക്കെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന റെഫറൻസ് മറ്റ് ജോലി സാധ്യതകളിലേക്കും നിങ്ങൾ നയിക്കും. എല്ലാം പക്ഷേ ഈ പറയുന്ന പോലെ സ്മൂത്ത് ആണെന്ന് വെച്ചാൽ പലപ്പോഴും അല്ല. കാരണം എന്താ? കുറച്ച് മുന്നൊരുക്കം നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ട്. ഡു യുവർ ഹോംവർക്ക് അബൌട്ട് ദ NGO ദാറ്റ് യു ആർ അപ്രോച്ചിങ്. ഇവിടെ വന്നിട്ട് NGOന്റെ പ്രധാനപ്പെട്ട ആളുകളെ കാണുന്ന സമയത്ത് നിങ്ങളുടെ NGOന്റെ പേരെന്താ, ഇത് എപ്പോഴാണ് തുടങ്ങിയത്, ആരാ നടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എവറിത്തിങ് ഇസ് അവൈലബിൾ ഇൻ ദ ഇന്റർനെറ്റ്. സ്വന്തം ഇപ്പൊ ഞങ്ങളുടെ അവിടേക്ക് വരുന്ന പല ആളുകളും ചിലപ്പോൾ വെബ്സൈറ്റ് പോലും കണ്ടിട്ടുണ്ടാവില്ല. ബി പ്രിപ്പയർഡ്. ഏത് NGOനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്, അവർ ചെയ്യുന്ന വർക്കുകൾ എന്താ, ആരൊക്കെയാണ് അവിടുത്തെ ടീം, എന്താണ് ഞാൻ അവിടെ പോയി എനിക്കുള്ള സാധ്യതകൾ, അതിനെക്കുറിച്ചൊക്കെ നേരത്തെ ഹോംവർക്ക് ചെയ്യാം. പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്തുണ്ടാവുന്ന ആറ്റിറ്റ്യൂഡിൽ എനി NGO ഈസ് എൻ ഓൺ ഗോയിങ് സിസ്റ്റം. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്തല്ലല്ലോ അവരുടെ വർക്ക് തുടങ്ങുന്നത്. ആ ഓൺ ഗോയിങ് സിസ്റ്റത്തിലേക്ക് ഒരു ഷോർട്ട് ടേമിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. എങ്ങനെയാണ് അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? യു നീഡ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. പലപ്പോഴും കുറച്ച് സമയം അവിടെ വർക്ക് ചെയ്യാം. 15 ദിവസത്തിൽ അവർ ചോദിക്കും, ശരി ഞായർ ഞങ്ങൾ പോയിക്കോട്ടെ, 2 ദിവസം നേരത്തെ പോയിക്കോട്ടെ, 2 ദിവസം വൈകി വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ദിവസത്തിൽ വി ഹാവ് വെരി ലിമിറ്റഡ് ടൈം ടു ഫിറ്റ് ഇൻ ടു ദ ഏജൻസി. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ കിട്ടാനും സാധ്യതയില്ല. അവിടെ ചെല്ലുന്ന സമയത്ത് ബി വില്ലിങ് ടു ഡു എനി വർക്ക്. ഒരു NGO എന്ന് പറയുമ്പോൾ പലപ്പോഴും പണ്ടത്തെ രാമൻ നായരുടെ ചായക്കട പോലെയാണ്. ഒരു കസ്റ്റമർ വരുമ്പോൾ പോയിട്ട് മേശ തുടയ്ക്കുന്നത് രാമൻ നായരായിരിക്കും, ചായ
ഓർഡർ എടുക്കുന്നത് രാമൻ നായരായിരിക്കും, അവിടെ നിന്ന് ഉറക്കെ 2 ചായ എന്ന് വിളിച്ച് പറയുന്ന രാമൻ നായരായിരിക്കും, 2 ചായയും കൊണ്ട് വരുന്നത് രാമൻ നായരായിരിക്കും, ഇത് കഴിഞ്ഞ് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകുന്ന രാമൻ നായരായിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞ് ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് കൈ തുടച്ചിട്ട് പൈസ മേടിച്ചു വെക്കുന്നത് രാമൻ നായരായിരിക്കും. ഒരു രാമൻ നായരാണ് ഷെഫിൻ്റെയും കുക്കിൻ്റെയും കാഷ്യറുടെയും എല്ലാ റോളും ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ NGOസിൽ നമുക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അവരെ ലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓരോ സമയത്തും വരുന്ന പ്രോഗ്രാമിനനുസരിച്ച് പലതരത്തിലുള്ള അനുഭവങ്ങൾ നേടാനുള്ള അവസരമാണ് ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. പക്ഷേ പലപ്പോഴും വിദ്യാർത്ഥികൾ കം വിത്ത് എ പ്രീ ഡിറ്റർമിൻഡ് അജണ്ട, വാട്ട് ആക്ടിവിറ്റീസ് ടു ഡു, നോട്ട് ടു ഡു, ഡിറ്റർമിൻഡ് ബൈ ദ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ട്യൂട്ടേഴ്സ് എന്ന് പറയാം. അത് പലപ്പോഴും NGOs അപ്രീഷിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ചില ഏജൻസികളെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയും വരണ്ടെന്ന് പറയും. കാരണം ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. NGOസിന് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, NGOസിന് ഒരു സ്ട്രക്ചറും സിസ്റ്റവും ടീമും കൾച്ചറൊക്കെ ഉണ്ടാവും. ഇതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ ശ്രമിക്കുക, അതിനെ പഠിക്കാൻ ശ്രമിക്കുക, അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. NGOനും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. നമ്മൾ കാഷ്വലായിട്ട് ക്യാമ്പസിൽ പോകുന്നത് പോലെ ഒരു പ്രൊഫഷണൽ സെറ്റിങ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും, ഡ്രസ് ചെയ്യുന്ന കാര്യത്തിലായാലും, ടൈം കീപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും മോസ്റ്റ് ഓഫ് ദ NGOs എക്സ്പെക്ട് എ പ്രൊഫഷണൽ ഡിസിപ്ലിൻ. ബി റെഡി ടു ബി എ പ്രൊഫഷണൽ. ഇതും NGOസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പെർസെപ്ഷനാണ്. മേ ബി ഹിയർ എവരി വൺ ഡസ് എവറിത്തിങ്, ജോയിൻ, ഇന്നതേ ചെയ്യുള്ളൂ. ഡോക്യുമെന്റേഷൻ ആയിരിക്കാം, ഡാറ്റ എൻട്രി ആയിരിക്കാം, ഓഫീസ് മാനേജ്മെന്റ് ആയിരിക്കാം. മാനേജ്മെന്റ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഫീൽഡ് വർക്ക് മാത്രമേ ചെയ്യുള്ളൂ, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. നമുക്ക് ചില സ്കിൽസ് ഇല്ലെങ്കിലോ പഠിക്കാനുള്ള അവസരമുണ്ട്, അക്വയർ ദാറ്റ്. ഒരു NGOസിന്റെ ഭാഗത്ത് സമ്മറി പോലെ പറയുകയാണെങ്കിൽ ഒരു ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഐ എം ഹിയർ ടു ലേൺ, ഐ വാണ്ട് ടു ഗ്രോ, ദിസ് ഇസ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. ഐ എം ഹിയർ ടു ഹെൽപ്പ്, ഐ വിൽ ബിലോങ് ഹിയർ, പോസിറ്റീവ്. ഐ എം ഹിയർ ടു ഡു, ഐ വിൽ ഗെറ്റ് ദ ജോബ് ഡൺ, positive. I am willing to assist you in any work, good. I am a professional, I will behave accordingly, very good. I will compliment the good work of the NGO, appreciate ചെയ്യപ്പെടും. I am looking for a career in social work. തീർച്ചയായിട്ടും ചിലപ്പോൾ NGOസിൽ അതിനുള്ള അവസരം ഉണ്ടാവും. പക്ഷെ പലപ്പോഴും അവരെ മടുപ്പിക്കുന്ന ആറ്റിറ്റ്യൂഡ്സും ചിലരിൽ കാണാറുണ്ട്. എന്താ, I am qualified, I will do only field work. Sometimes that might not suit the NGO. I won't do your inferior work. Certain work we perceive as inferior, appreciate ചെയ്യപ്പെടില്ല. I will not fundraise. Yes, fund is an important aspect of NGOs. You must participate. ചില സമയത്തൊക്കെ ടീച്ചേഴ്സ് തന്നെ കുട്ടികളോട് പറഞ്ഞു വിടുന്നതായിട്ട് നമ്മൾ പറയാറുണ്ട്, ഫണ്ട് റൈസിങ്ങിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. ഒന്നുകിൽ നിങ്ങൾ അടിച്ചു മാറ്റുന്നുള്ള പേടി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പേ ചെയ്യാൻ റെഡി ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ NGO വർക്ക് ചെയ്യാം. I will not do office work. You must be willing to do any office work. I came to teach you because I am a professional. You are not a professional if you have that kind of an attitude. I can train anyone. പലപ്പോഴും ഈ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസിനോട് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ എന്തിലൂടെന്ന് വെച്ചാൽ അവർ പറയാം സ്ട്രീറ്റ് പ്ലേ, ഫ്ലാഷ് മോബ് ആൻഡ് ട്രെയിനിങ്. ഞങ്ങൾ പറയാം അതിനൊരു സ്ട്രീറ്റ് പ്ലേ, ഫ്ലാഷ് മോബ്, ട്രെയിനിങ് സിൻഡ്രോം എന്ന് പറയാം. ഈ മൂന്നും അല്ലാത്ത വർക്കാണ് ഫീൽഡിൽ പലപ്പോഴും നടക്കുന്നുണ്ടാവുക. വാട്ട് ക്യാൻ യു ഡു? Then another very dangerous attitude is, what is your problem? I will solve that. ആ ആറ്റിറ്റ്യൂഡും പലപ്പോഴും NGOസുമായിട്ടൊരു സെറ്റ് ആവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. To summarize, academics help you acquire knowledge and skills. Research help you to develop an insight into this topic. Your attitude plus academics plus research and your willingness to do the work with compassion create action heroes. From my experience in the NGO sector, social sector, I am looking for such heroes with academic knowledge, with proper skills, with a compassionate attitude, having a research mind, and willing to be action heroes. Welcome to the beautiful world of NGOs. Contribute and enjoy the satisfaction. Contribution alone gives us that kind of satisfaction.
നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുകയും ആരുടെയെങ്കിലും മുമ്പിൽ കൈകാട്ടി നിർത്തി ഏതെങ്കിലും ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമാവണം എന്ന് മാത്രമുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും ധാരാളം ആളുകൾ ഉണ്ടാവാം. ബട്ട് യു ക്യാൻ മേക്ക് എ ഡിഫറൻസ് ആൻഡ് യു ക്യാൻ ബി എ ആക്ഷൻ ഹീറോ ഓർ ഹീറോയിൻ. വെൽക്കം. താങ്ക് യു. താങ്ക് യു സർ. ഈ ഒരു സെഷൻ ഇത്രയും നന്നായി നമുക്ക് വിശദീകരിച്ചു തന്ന സുരേഷ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു സെഷൻ ചെയർ ചെയ്ത സ്റ്റെഫി മാമിനോടുള്ള പ്രത്യേകം താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. ആത്മ ഫൗണ്ടേഷന്റെ താങ്ക് യു. ഈ ഒരു സെമിനാറിന്റെ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാനായിട്ടുള്ള ഫീഡ്ബാക്ക് ഫോം യൂട്യൂബ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യുക. ആത്മ ഫൗണ്ടേഷന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ധാരാളം സോഷ്യൽ വർക്ക് റിലേറ്റഡ് അല്ലാത്തതുമായിട്ടുള്ള പ്രോഗ്രാംസ്, വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരെയും അതിലേക്ക് ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തി ഇതിൽ സംസാരിച്ച എല്ലാ ഗസ്റ്റിനോടുള്ള ഒരു പ്രത്യേക താങ്ക്സ്. ആൻഡ് ഇത് വാച്ച് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആത്മ ഫൗണ്ടേഷനുമായിട്ട് കൂടുതൽ സഹകരിക്കാനും നിങ്ങളെല്ലാവരെയും ആത്മ ഫൗണ്ടേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ബി ഇൻ ടച്ച്. താങ്ക് യു. നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇതോടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്.